നമസ്കാരം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനത്തിനാണ് 947 ഓഗസ്റ്റ് 14 സാക്ഷ്യം വഹിച്ചത്. ഏകദേശം 2 കോടിയോളം ജനങ്ങളെ ഇത് നേരിട്ട് ബാധിച്ചു. നീറുന്ന മനസ്സുമായി നാടും വീടും ഉറ്റവരെയും ഉപേക്ഷിച്ച് ജനിച്ച മണ്ണിൽ നിന്നും ഓടിപ്പോകേണ്ടി വന്നവർ, സത്യം മൂടിവെച്ച് സ്വാതന്ത്ര്യം കിട്ടി 7.5 പതിറ്റാണ്ടോളം പ്രചരിപ്പിച്ച തിരക്കഥകൾ, ആ മൂടുപടം നീങ്ങുമ്പോൾ പുറത്താകുമ്പോൾ മൂടിവെച്ച ചില സത്യങ്ങൾ പുറത്തു വരികയാണ്. ഈ വിഷയങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയുന്ന ഘട്ടത്തിൽ പൊള്ളുന്നത് ആർക്കാണ് എന്ന വിഷയമാണ് ജനം ഡിബേറ്റ് ഈ രാത്രി ചർച്ച ചെയ്യുന്നത്. എനിക്കൊപ്പം അതിഥികൾ ചേരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു, കോൺഗ്രസ് വക്താവ് സേനാപതി വേണു, ABVP-യുടെ സംസ്ഥാന ജോയിന്റ് ജനറൽ സെക്രട്ടറി ഗോകുൽ കൃഷ്ണ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി ഈ ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ആർ വി ബാബുവിൽ നിന്ന് ഈ ചർച്ച ആരംഭിക്കുകയാണ്. ശ്രീ ആർ വി ബാബു, നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത്തരത്തിൽ വിഭജന ഭീതി അനുസ്മരണ ദിവസ് എന്ന രീതിയിലൊരു പ്രഖ്യാപനം 2021 നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ ഘടകം മറ്റൊന്നുമായിരുന്നില്ല. 947 രാഷ്ട്ര വിഭജനത്തിൻ്റെ ചരിത്രം നമ്മുടെ പുതിയ തലമുറ അറിയുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. പക്ഷേ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് ഇത്തരം ഒരു അനുസ്മരണം നടത്തേണ്ടതില്ല എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഭരണകൂടം തന്നെ എത്തിച്ചേരുന്ന ഈ ഘട്ടത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ശ്രീ ആർ ബി ബാബു? അത്യന്തം ഭയാനകമായ, ദുരന്തപൂർണമായ ഒരു കാലഘട്ടമായിരുന്നു 947. നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ ശ്രീ ഗൗതം പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ഭാരതീയർ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് നമ്മുടെ അമ്മമാർ, സഹോദരിമാർ മാനഭംഗത്തിനിരയായി. സമാനതകളില്ലാത്ത ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സംഭവമാണ് ഭാരതത്തിൻ്റെ വിഭജനം. അത് ഇന്ന് 947 ഓഗസ്റ്റ് 14 എന്ന് വെച്ചാൽ ഇന്ന് രാത്രി സംഭവിച്ചതാണ്. നമുക്കൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. അവർ ഈ നാട് ഒരിക്കലും വിഭജിക്കപ്പെടാൻ ആഗ്രഹിച്ചവരായിരുന്നില്ല. ഈ നാടിൻ്റെ അഖണ്ഡത, ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിനെ സ്വാതന്ത്ര്യം നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. അവർ ജയിലിൽ പോയത്, അവർ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്, അവരുടെ ജീവിതം ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹോമിച്ചത്. ആ സങ്കല്പത്തിനെ മൊത്തം തകർത്ത് കളഞ്ഞുകൊണ്ടാണ്, അവരുടെ ആശയാഭിലാഷങ്ങളെ മുഴുവൻ തകർത്ത് കളഞ്ഞുകൊണ്ടാണ് 947 വിഭജനം ഉണ്ടായത്. ആ വിഭജനത്തിൻ്റെ മുറിവുകൾ ഇന്നും ഉണങ്ങാതെ നിൽക്കുന്നുണ്ട് ഈ 75 വർഷങ്ങൾ പിന്നിടുമ്പോഴും എന്നുള്ളത് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ അന്നത്തെ ആ വിഭജനം എങ്ങനെ ഉണ്ടായി? ആ വിഭജനത്തിന് കാരണക്കാരായിരുന്നു? ആ വിഭജനത്തിന് ഉത്തരവാദികളായവർ ഇന്നും സമൂഹത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാതെ ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ ചരിത്രത്തിൽ എന്തു സംഭവിച്ചു? ആ സംഭവങ്ങൾക്ക് ഉത്തരവാദികളാരായിരുന്നു? എന്തുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടായത്? അത് ആവർത്തിക്കാതിരിക്കാൻ എന്താണ് വേണ്ടത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനവും മനനവും ആണ് അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഉപാധി. ആ ദൃഷ്ടിയിൽ ആണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസത്തെ നമ്മൾ കണക്കാക്കേണ്ടത്. ഇന്ന് ഭാരതമെമ്പാടും വിഭജന ഭീതി ദിനം എന്ന നിലയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെ അത്തരത്തിലുള്ള ഒരു ആഹ്വാനം ഉണ്ടായി. വിഭജന ഭീതി ദിനം നടത്തണം എന്ന്. നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇന്നത്തെ ദിവസം ഭാരതത്തിൻ്റെ വിഭജന ദിനം അതിനെ സംബന്ധിച്ചിടത്തോളം ആചരിക്കണം, അല്ലെങ്കിൽ അത് ഓർമ്മിക്കണം എന്ന ഒരു ആഹ്വാനവും അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട നമ്മുടെ പൂർവികന്മാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ പോയത്? എങ്ങനെയാണ് അവരുടെ സ്വപ്നം ചവിട്ടിയരയ്ക്കപ്പെട്ടത്? അത് മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ എങ്ങനെയാണ് ആ സ്വപ്നം, തങ്ങളുടെ ജീവിതം മുഴുവൻ കൊണ്ടു നടന്ന ആ സ്വപ്നം ഓവുചാലിലൂടെ ഒഴുക്കപ്പെട്ടു പോയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനവും മനനവും ഒക്കെ അനിവാര്യമാണ്. ചരിത്ര വിദ്യാർത്ഥികൾ അത് നടത്തണം, പുതിയ തലമുറ നടത്തണം. അതിനെ എന്തിനാണ് ഭയക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഈ കാര്യം മനസ്സിലാക്കുന്നതും ചർച്ച ചെയ്യുന്നതും അത് ആരെയാണ് ഭയപ്പെടുത്തുന്നത്? അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനേ പാടില്ല, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനേ പാടില്ല. അത് സമൂഹം മറക്കണം.
സമൂഹം മറക്കണം എന്ന് മാത്രമല്ല, തെറ്റായ ചരിത്രം സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയും വേണം. ഇങ്ങനെയുള്ള ഒരു അജണ്ട അത് ആരുടെ താല്പര്യമാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലല്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായി ആരംഭിച്ച സമരം മുതലല്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം സമരം ആരംഭിച്ചത്. അതിന് അപ്പുറത്തേക്ക് 1000 വർഷക്കാലം മുൻപേ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അത് അലക്സാണ്ടറുടെ ആക്രമണത്തിൽ, അല്ലെങ്കിൽ അലക്സാണ്ടറുടെ ആക്രമണത്തിനെതിരായിട്ട് പുരുഷോത്തമൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാകാം, അല്ലെങ്കിൽ ഗ്രീക്കുകാർക്കെതിരായിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാകാം, ഹൂണന്മാർക്കെതിരായിട്ട് നടന്ന സമരമാകാം, ശകന്മാരെ പരാജയപ്പെടുത്തിയ ശകാരി വിക്രമാദിത്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭമാകാം, അല്ലെങ്കിൽ യുദ്ധമാകാം. അങ്ങനെ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാരതത്തെ കീഴ്പ്പെടുത്താൻ, ഭാരതത്തിൽ അടിമത്തം സ്ഥാപിക്കാൻ, ഭാരതത്തിൽ അധിനിവേശം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള ശക്തികൾക്കെതിരായിട്ട് നടത്തിയ പോരാട്ടങ്ങളെല്ലാം തന്നെ, അത് ഛത്രപതി ശിവാജിയുടെ നേതൃത്വത്തിൽ മുഗള ശക്തിക്കെതിരായി നടത്തിയ പോരാട്ടം, അല്ലെങ്കിൽ ഗുരു ഗോവിന്ദ സിംഹന്റെ നേതൃത്വത്തിൽ നടത്തിയ മുസ്ലിം ഭരണാധികാരികൾക്കെതിരായിട്ട് നടത്തിയ പോരാട്ടം, അപ്പം ഇസ്ലാമിക ആക്രമണകാരികൾ മുസ്ലിം അധിനിവേശത്തിന്റെ കാലഘട്ടത്തിൽ ഒക്കെ അവർക്കെതിരായി നടത്തിയ പോരാട്ടങ്ങളെയൊക്കെ നമുക്ക് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ആ സമരത്തിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഭാരതത്തിന്റെ അധികാരം കൈമാറ്റപ്പെട്ടു, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് മാറ്റപ്പെട്ടു. തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരവും അതിനു മുൻപ് മുസ്ലിം അധിനിവേശ ശക്തികൾക്കെതിരായി നടത്തിയ പോരാട്ടത്തിന്റെ തുടർച്ചയാണ്. ആ തുടർച്ചയാണ് നമുക്ക് പിന്നീട് 1947 വരെയുള്ള സമര പോരാട്ടങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആ വൈദേശിക ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ നമുക്ക് ഒരു ബെഞ്ച് മാർക്ക് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് ഇയർ വെച്ചാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം വളരെ പ്രസക്തമാണ്. കാരണം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയ ഒരു സമരമാണ്, ഒരു പ്രക്ഷോഭമാണ്, ഒരു സംഘടിതമായ മുന്നേറ്റമായിരുന്നു. ആ സമരം അടിച്ചമർത്തപ്പെട്ടു, അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു. അപ്പോൾ അതിനുശേഷമുള്ള ഭാരതത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഈ വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് 3 ശക്തികളെ പ്രധാനമായിട്ടും കാണേണ്ടി വരും. ഒന്ന്, ഭാരതത്തിലെ ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് ജനങ്ങളെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രത്തോടുകൂടി ഭരണം നടത്തിയ ബ്രിട്ടീഷുകാർ, അവർ ഒന്നാമത്തെ പ്രതികളാണ്. 2, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ വേറെയാണ്, തങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ട്, തങ്ങൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ വേണം, മത അടിസ്ഥാനത്തിലായിരിക്കണം ഞങ്ങളുടെ അവകാശങ്ങൾ എന്ന് ചിന്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് 1906 മുസ്ലിം ലീഗിൻ്റെ സ്ഥാപനത്തോടുകൂടി ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾക്ക് പ്രത്യേക അവകാശം, ഞങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം, ഞങ്ങൾക്ക് സർക്കാർ സർവീസുകളിലടക്കം മത അടിസ്ഥാനത്തിൽ പ്രത്യേക സംവരണം, ഇങ്ങനെയുള്ള അവകാശങ്ങളോടുകൂടി ഞങ്ങൾ വേറെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഹിന്ദുക്കളോടൊപ്പം, അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷ സമൂഹത്തിനൊപ്പം ജീവിക്കാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച, ഞങ്ങളൊരു പ്രത്യേക രാഷ്ട്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം. ഈ 2 ശക്തികളെ കൂടാതെ നമ്മുടെ വിഭജനത്തിൻ്റെ കാരണക്കാരായിട്ട് നമുക്ക് മുദ്രകുത്താവുന്ന മറ്റൊരു പ്രസ്ഥാനം, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ശരിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ 1947 ഇന്ത്യ വിഭജനത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്ക് വളരെ നിർണായകമായി. രാഷ്ട്ര വിഭജനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള പങ്ക്, ആ പങ്കിൽ നിന്നും കോൺഗ്രസിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. കാരണം മുസ്ലിം ലീഗിന്റെ 2 നേഷൻ തിയറിയെ അവസാന ഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ അംഗീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതിലൂടെയാണ് നമ്മുടെ രാഷ്ട്രം മതത്തിന്റെ അടിസ്ഥാനത്തിൽ 2ആയി വിഭജിക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം തീർച്ചയായും ഇവിടുത്തെ പുതിയ തലമുറ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ വിഭജന ഭീതി അനുസ്മരണ ദിവസ് എന്ന നിലയിൽ ഒരു ആചരണം നടത്തണം എന്ന് പറയുന്നതിലൂടെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമ്മുടെ രാജ്യം എങ്ങനെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടു എന്ന ചരിത്രം അടുത്ത തലമുറയിലേക്ക് എത്തിക്കുക എന്നതാണല്ലോ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഒക്കെ ലക്ഷ്യമിട്ടത്. കേരളത്തിൻ്റെ ആദരണീയനായ ഗവർണറും
കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വെച്ച നിലപാട് എന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ, സർവകലാശാലകളിൽ ഈ വിഷയം ചർച്ച ചെയ്യണം. ഇത്തരമൊരു അനുസ്മരണം സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ അടുത്ത തലമുറ എന്തായിരുന്നു രാഷ്ട്രവിഭജനത്തിന്റെ യഥാർത്ഥ സ്വഭാവമെന്ന് മനസ്സിലാക്കണമെന്നുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരുമൊക്കെ എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത്? ഹസ്കർ, അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് വരുന്നതിന് മുമ്പ് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി കൽക്കത്തയിലെ നവഗാലി തെരുവിൽ ഒരു കൊച്ചു കുടിലിന് മുന്നിൽ ഒരു വൃദ്ധൻ കൂടിയിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ വീണുകൊണ്ടു. ആ വൃദ്ധൻ മറ്റാരുമായിരുന്നില്ല, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയാണ്. ഇതെന്റെ വാക്കുകളല്ല, ഹാരി കോളിൻസും ഡൊമിനിക് ലാപ്റ്റിയറും എഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ 2 ബ്രിട്ടീഷുകാർ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെങ്കോട്ടയിൽ ഈ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് വഴി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പകിട്ട് മഹത്വം കെടുത്തുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനവും അത് ഏറ്റുപിടിക്കുന്ന RSSന്റെ കുഴലൂത്തുകാരനായ കേരള ഗവർണർ ഈ കേരളത്തിലെ സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ അത് എന്തു ചരിത്രബോധമാണ് ഉണ്ടാക്കുന്നത്? ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടങ്ങളിൽ ഇപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശ്രീ RV ബാബു പറയുന്നത് പോലെ അദ്ദേഹം എടുത്തുദ്ഘോഷിക്കുന്നത് അലക്സാണ്ടറുടെ കാലം മുതലുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം അലക്സാണ്ടറിന്റെ കാലം മുതൽ കാണാൻ RSS ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഉപോത്ബലകമായിട്ടുള്ള അല്ലെങ്കിൽ ആ വാക്കുകളാണ് ശ്രീ RV ബാബുവിൽ നിന്ന് നാം കേട്ടത്. RSS കരുതുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രം, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ RSSനോ RSSന്റെ നേതാക്കന്മാർക്കോ ഒരിടത്തു പോലും പങ്കുണ്ടായിരുന്നില്ല എന്ന വസ്തുത മുന്നിൽ നിൽക്കുകയാണ്. ആ വസ്തുത അത് ചരിത്ര വസ്തുതയാണ്. ചരിത്രം എന്ന് പറയുന്നത് ഇന്നലകൾ നടന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇന്നലകൾ നടന്ന യാഥാർത്ഥ്യങ്ങളെ ഇന്നു തിരിച്ചറിയലാണ്. അപ്പോ ഇന്ത്യയുടെ വിഭജനം എല്ലാ കാലത്തും 1924 ശ്രീ ലാലാ ലജ്പത് റായിയാണ് ആദ്യമായി 2 രാജ്യങ്ങൾ മതത്തിന്റെ പേരിൽ വിഭജിക്കണമെന്ന ആഹ്വാനത്തിലേക്ക് വരുന്നത്. അതിനെത്രയോ മുമ്പ് 1921 സവർക്കർ എഴുതിയ ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ ഇന്ത്യ വിഭജനത്തേക്ക് വഴിവെക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരുക്കുന്നതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പങ്ക്, RSS നടത്തിയിട്ടുള്ള പങ്ക് ചെറുതല്ല. അപ്പൊ ചരിത്രം ഇവിടെ നിൽപ്പുണ്ട്. ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഈ ചരിത്രം കൃത്യമായി ബോധ്യമുണ്ട്. ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൺ അവതരിപ്പിക്കുന്ന ഇന്ത്യ വിഭജനത്തിന്റെ തിയറി അവതരിപ്പിക്കുന്നതിൽ ആ തിയറിയിൽ ഇപ്പോ RSS പറയുന്നത് ഇന്ത്യ, മുഹമ്മദ് അലി ജിന്ന എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണമെന്ന് അവകാശപ്പെടുകയും അതോടൊപ്പം ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനു വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് വിഭജനത്തിന്റെ സൃഷ്ടിയായത് എന്നാണ് ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ചരിത്രത്തിൽ സംഭവിച്ചത് എന്നത് കൃത്യമായി ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ചരിത്രം അപനിർമ്മിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് RSS നടത്തുന്നത്. അതുകൊണ്ടാണ് വിഭജന ഭീതി ദിനം എന്ന് പറഞ്ഞ് കേരളത്തിൽ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ, പക്ഷേ കേരളത്തിലെ സർക്കാരിന്റെ ഇച്ഛാശക്തി ഉണ്ട്, കേരളത്തിലെ സർക്കാരിന്റെ ദൈക്ഷണികമായ നിലപാടുകൾ കൊണ്ട് കേരള സർവകലാശാലയിലോ കേരളത്തിലെ ഒരു സർവകലാശാലകളിലും അത്തരം ഒരു ദിനം ആചരിക്കാൻ കഴിഞ്ഞില്ല എന്ന ഗതികേടാണ് RSSകാരനായ ശ്രീ അർലേക്കറിന്റെ ആഹ്വാനം. അങ്ങനെയല്ല ശ്രീ ഹസ്കർ, കേരളത്തിലെ പല ക്യാമ്പസുകളിലും ABVPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിവസ് ആചരിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൃത്യമായി ABVP നേതാവായിട്ടുള്ള ഗോകുൽ കൃഷ്ണയ്ക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഗോകുൽ, ഇന്ന് കേരളത്തിലെ പല ക്യാമ്പസുകളിലും വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാസർഗോഡ് ചില ക്യാമ്പസുകളിൽ സംഘർഷമുണ്ടായതായും കേൾക്കുന്നുണ്ടല്ലോ ഗോകുൽ. തീർച്ചയായും ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ, മുഴുവൻ ജില്ലകളിലും ABVPയുടെ നേതൃത്വത്തിൽ ഇന്ന് വിഭജന ഭീതി ദിനം ആചരിച്ചു. നമുക്കറിയാം, കേരളത്തിൻ്റെ ഗവർണർ, യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ ഗവർണർ ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ച സമയത്ത് ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെപ്പറ്റി പുതുതലമുറയ്ക്ക് ഒരു സന്ദേശം പകരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ച സമയത്ത് അതിനെ പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ട് പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ്
ഇവിടുത്തെ ഇരു മുന്നണികളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു നിർദ്ദേശം, ഈ ഒരു ആശയം ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ ജില്ലകളിലും, കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ക്യാമ്പസുകളിലും മുഴുവൻ ജില്ലകളിലും ഇത്തരത്തിൽ ഈ വിഭജന ഭീതി ദിനം ആചരിക്കാൻ വേണ്ടി ABVP തീരുമാനിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഏതൊക്കെ ക്യാമ്പസുകളിലാണോ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്, ആ ക്യാമ്പസുകളിലെല്ലാം ആ പരിപാടി തടയാൻ SFI രംഗത്തുണ്ടാവുമെന്നുള്ള വലിയൊരു ഭീഷണിയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം മുഴക്കിയത്. നമുക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പറയുന്ന സംഘടനയാണ് SFI. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇവ മൂന്നുമില്ല എന്ന് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കേരളത്തിലെ പൊതു അന്തരീക്ഷത്തിൽ ഈ മൂന്ന് ജനാധിപത്യവും സോഷ്യലിസവും സ്വാതന്ത്ര്യവും ഇല്ല. കേവലം SFIയുടെ കൊടിയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഈ മൂന്ന് വാക്യങ്ങളുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ഇന്ന് കോഴിക്കോട് ലോ കോളേജിൽ നടന്ന പരിപാടിക്ക് ശേഷം അവിടേക്ക് എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് അറിയാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, SFIയുടെ വിദ്യാർത്ഥികൾ കടന്നു വരികയാണ്. ഏത് ഉദ്ദേശത്തിലാണോ ABVP ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, ഏത് ഉദ്ദേശത്തിലാണോ ദേശീയ പ്രസ്ഥാനങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട് ലോ കോളേജിലും അതേപോലെ തന്നെ കാസർഗോഡും കണ്ടത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ABVP യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി SFI എത്തിയില്ല. പക്ഷേ അതിനുശേഷം പരിപാടി കഴിഞ്ഞതിന് ശേഷം നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്റർ വലിച്ചു കീറുകയും ABVP യൂണിറ്റ് സെക്രട്ടറി നേരെ ആക്രമണം അഴിച്ച് വിടുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യത്തെ പോലും കൃത്യമായി മനസ്സിലാക്കാതെ പ്രീണന രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, അതോടൊപ്പം തന്നെ MSF ഉൾപ്പെടെയുള്ള UDSF എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മുന്നണി, അവരും ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. നമുക്കറിയാം, ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യം പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനും വിഭജന കാലഘട്ടത്തിലെ യാതനകൾ, വേദനകൾ, മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വേദനകൾ, അദ്ദേഹത്തിന് മനസ്സിലുണ്ടായ വിഷമതകൾ എല്ലാം വിദ്യാർത്ഥികൾക്ക് മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ അടക്കം ഈ ആശയം മുന്നോട്ട് വെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു അവസരം കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം. SFIയുടെ ഭീഷണി കൊണ്ട് ആ ഒരു അവസരം നഷ്ടമാകരുത് എന്ന് വ്യക്തമായൊരു നിലപാടെടുത്തുകൊണ്ടാണ് ABVP ഇത്തരത്തിൽ ഈ പരിപാടി ഏറ്റെടുത്ത് ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരമൊരു ദിനാചരണം നടത്തരുത് എന്നൊരു സർക്കുലർ പ്രചരിപ്പിച്ചിട്ടും വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പല ക്യാമ്പസുകളിലും ഇന്ന് വിപുലമായി തന്നെ വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേഗത്തിൽ മടങ്ങിയെത്താം. കോൺഗ്രസ് വക്താവ് സേനാപതി വേണുവിലേക്കാണ്. സേനാപതി വേണു, വിഭജനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത്. കാരണം മുസ്ലിം ലീഗ് അതിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ ടു നേഷൻ തിയറി, ദുരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അന്ന് ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളും അതിനെ ശക്തമായി എതിർത്തിരുന്നുവെങ്കിലും 1947 എത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖങ്ങളായിരുന്ന, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച പലർക്കും രാഷ്ട്രവിഭജനം എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ അത്തരം ചരിത്രം അടുത്ത തലമുറ പഠിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാഷ്ട്രീയമായി തന്നെ ദോഷം ചെയ്യും എന്ന ആശങ്കയ്ക്കാണോ, അല്ലെങ്കിൽ ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങളും ഇതിനെ എതിർക്കുന്നത്? സേനാപതി വേണു. ഞാന് ബഹുമാന്യനായ CRV ബാബുവിന്റെ ആദ്യത്തെ പ്രസംഗം വളരെ സശ്രദ്ധം കേട്ടിരിക്കുകയായിരുന്നു. ചരിത്രത്തെയൊക്കെ എത്ര വികലമായിട്ടാണ് വളച്ചൊടിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു 15 മിനിറ്റ് സമയത്തോളം നീണ്ടുനിന്ന പ്രസംഗത്തിലാണ്. അദ്ദേഹം വിഭജനത്തിന്റെ ഉത്തരവാദി ഒന്നാമത് ബ്രിട്ടീഷുകാരൻ, രണ്ടാമത്തെ ഉത്തരവാദി മുഹമ്മദ് അലി ജിന്നയും അന്നത്തെ സർവേന്ത്യ ലീഗും, മൂന്നാമത്തെ ഉത്തരവാദിയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവരിങ്ങനെ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ക്ലീഷയുടെ ഭാഗമാണ്. ഞാൻ അദ്ദേഹത്തെ ചരിത്രവും ചരിത്ര പുസ്തകങ്ങളും അദ്ദേഹവും പഠിക്കണം, അദ്ദേഹത്തിന്റെ ആളുകളും പഠിക്കണം. അതിനുശേഷമാകണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഭജനത്തിന്റെ കാരണക്കാർ എന്ന് മുദ്ര കുത്തുന്നത്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ദുരാഷ്ട്രവാദത്തിന്റെ വിത്ത് പാകിയത് അത് RV ബാബു മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കില്ല. ആ സംഭവത്തെ കുറിച്ച് പ്രശസ്ത ചരിത്രകാരൻ RC മജുംദാറിന്റെ ഒരു പുസ്തകമുണ്ട്. അത് ലൈബ്രറിയിൽ കിട്ടും. RV ബാബുവും വായിക്കണം. പുസ്തകത്തിന്റെ പേര് ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ.
അത് പ്രശസ്തനായ ചരിത്രകാരൻ ശ്രീ ആർ സി മജുംദാർ അതിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗിനെയും ജിന്നയെയും മാത്രം വിഭജനത്തിന്റെ ഉത്തരവാദികൾ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ചരിത്രത്തോടുള്ള നീതികേടായി. അതോടൊപ്പം തന്നെ ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു പുസ്തകമുണ്ട്, പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ആ പുസ്തകവും ഇനി അതൊന്നും വേണ്ട, നമുക്ക് അടുത്ത കാലത്താണല്ലോ BJP-യുടെ നേതാവായിരുന്ന ജസ്വന്ത് സിംഗ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. CRV ബാബു കണ്ടിട്ടില്ല എങ്കിൽ ആ പുസ്തകത്തെ കുറിച്ച് ഞാൻ അദ്ദേഹത്തെ വേണു, രാഷ്ട്ര വിഭജനം എന്ന വാദം, ദുരാഷ്ട്രവാദം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ഗൗതമന് ചരിത്രത്തെക്കുറിച്ച് അല്ല, കേക്ക്, ഗൗതം ആങ്കർ എന്ന നിലയിൽ ചരിത്രത്തെ കുറിച്ച് ഒട്ടും ജ്ഞാനമില്ലാത്തതുകൊണ്ട് ഞാൻ ഗൗതമിനെ അല്ലല്ല, ചരിത്രത്തെ പറ്റി ജ്ഞാനമില്ലാത്തല്ല. എന്റെ ഒറ്റ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയൂ. ആദ്യം രാഷ്ട്ര വിഭജനം എന്ന വാദം ആദ്യം മുന്നോട്ട് വെക്കുന്നത് ആരാണ്? ഗൗതം അല്ല, ഞാൻ ആ ഉത്തരത്തിലേക്കാണ് ഗൗതം വരുന്നത്. പറയൂ. ജസ്വന്ത് സിംഗിന്റെ പുസ്തകം ജിന്ന, ഇന്ത്യ, പാർട്ടീഷൻ, ഇൻഡിപെൻഡൻസ്. ഈ പുസ്തകത്തിൽ ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ വിഭജനത്തിൽ വളരെ വ്യക്തമായ പങ്കുവഹിച്ചിട്ടുള്ള ഒന്നാണ് അന്നത്തെ RSSഉം ഹിന്ദു മഹാസഭയും. ഈ ശ്രീ RC മജുംദാറിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ജിന്നയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ദുരാഷ്ട്രവാദം ഉന്നയിക്കുന്നതിന് അരനൂറ്റാണ്ട് മുമ്പ്, ഒന്നും രണ്ടുമല്ല, അരനൂറ്റാണ്ട് മുമ്പ് നന്ദഗോപാൽ മിശ്ര എന്ന് പറയുന്ന അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാവ്, അദ്ദേഹം ദുരാഷ്ട്രവാദം ഉന്നയിച്ചയാളാണ്. 1923 ഔദ് എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് ചേർന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാവ് BS മുഞ്ചെ, സേനാപതി വേണു, 1906 മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് എന്തിനാണ്? 1906 മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് നേഷൻ വേണം എന്ന വാദം മുന്നോട്ട് വെച്ചിട്ടാണ്. താങ്കൾ പറയുന്നത് 1923 കാര്യമാണ്. അല്ലെന്നേ, ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് വിഭജനവാദം ഉന്നയിക്കുന്നതിനും അരനൂറ്റാണ്ട് മുമ്പാണ് നന്ദഗോപാൽ മിശ്ര എന്ന് പറയുന്നയാള് രാജ്യത്തിന്റെ വിഭജനത്തെ കുറിച്ച് പറയുന്നത്. ഇനി മുസ്ലിമിന് ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന് സർ മുഹമ്മദ് ഇക്ബാല് അവർ നേഷൻ 1930 അദ്ദേഹം പറയുന്നത്. 1933 ചൗധരി റഹ്മത്ത് അലി ദുരാഷ്ട്രവാദം പറയുന്നത്. അതിനു മുമ്പ് തന്നെ RSSഉം ഹിന്ദു മഹാസഭയും ഈ രാഷ്ട്രത്തിൽ മുസ്ലിംസ് വേണ്ട, ഇതൊരു ഹിന്ദു രാഷ്ട്രമാകണം എന്നുള്ള വാദഗതികൾ അവർ ആ കാലഘട്ടത്തിലെ ഉയർത്തുന്നു. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ CRV ബാബുവിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ രാജ്യത്തിന്റെ വിഭജനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അത് എന്താ പറഞ്ഞേ, ബ്രിട്ടീഷുകാരാ. കാരണം എന്താ? ബ്രിട്ടീഷുകാരൻ വിചാരിച്ചത് ഞങ്ങൾ കൽപ്പാന്ത കാലത്തോളം രാജ്യം ഭരിക്കുമെന്ന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ, മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഒരു ദേശീയ പ്രസ്ഥാനം ഉയർന്നു വരികയും ആ ദേശീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉയർത്തിയ സമരത്തിലൂടെ ഇനി ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കാൻ കഴിയില്ല. സേനാപതി വേണു, ലാഹോറിലെ കോൺഗ്രസിന്റെ സമ്മേളനം ഒരു ഘട്ടത്തിൽ രാഷ്ട്ര വിഭജനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതാണ്. ആ ലാഹോറിൽ അത്തരം ഒരു പ്രമേയം പാസാക്കിയ അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് 1947 ആകുമ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടി രാഷ്ട്ര വിഭജനത്തിന് കൂട്ടുനിന്നിട്ടുള്ളത്. അപ്പൊ അത് ബ്രിട്ടീഷുകാരുടെ തലയിൽ മാത്രം കൊണ്ടുവെക്കാതെ അങ്ങനെ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കൾ അതല്ല സാഹചര്യം. 1946 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സുഹൃതവർത്തിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും നേതൃത്വത്തിൽ ഡയറക്റ്റ് ആക്ഷൻ, രാജ്യത്തുടനീളം വർഗീയ കലാപം, ഒന്നിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. ആരാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്? അത് തന്നെയാണല്ലോ ചോദ്യം. ഈ സാഹചര്യം ആരുണ്ടാക്കി എന്നുള്ളതാണല്ലോ സേനാപതി വേണു. ജിന്നയെ പോലുള്ള നേതാക്കളാണ് ഇപ്പോഴും. ഇതിന്റെ പ്രധാന സാഹചര്യം ഉണ്ടാക്കിയത് ഒരു ഭാഗത്ത് ജിന്നയാണെങ്കിൽ മറുഭാഗത്ത് RSSഉം ഹിന്ദു മഹാസഭയും. അവർ പറയുന്ന മുസ്ലിംസ് ഞങ്ങൾക്ക് വേണ്ട, ഈ രാജ്യത്ത് മുസ്ലിംസ് പാടില്ല എന്നുള്ള RSSന്റെയും ഹിന്ദു സേനാപതി വേണു, RSS ഒരിക്കലും ഈ രാഷ്ട്രത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കണം എന്നൊരാശയം ഒരു ഘട്ടത്തിലും മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പേര് ഇപ്പോൾ അനാവശ്യമായി ചർച്ചയിൽ വലിച്ചെടുക്കുകയാണ്. ഗൗതം, അന്നത്തെ വിഭജനത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ രാജ്യത്ത് പങ്കുവഹിച്ച ആളുകൾ ഇപ്പോ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് 78 കൊല്ലം കഴിഞ്ഞപ്പോൾ സേനാപതി വേണു, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. വി ഡി സവർക്കർ, BR അംബേദ്കർ, ഈ രണ്ട് നേതാക്കൾ, BR അംബേദ്കറും VD സവർക്കറും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും രണ്ടായി നിൽക്കട്ടെ. എപ്പോഴാണ് അവരിത് പറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഒരുമിച്ച് ജീവിക്കാൻ ഈ രാജ്യത്ത് കഴിയത്തില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ആ ഘട്ടത്തിൽ BR അംബേദ്കറും VD സവർക്കറും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇനിയും രണ്ടായി നിൽക്കട്ടെ, അല്ലാതെ ഒരു നിവർത്തിയില്ല. ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ജിന്നയെ പോലുള്ള നേതാക്കളാണ്. ആ ഘട്ടത്തിലേക്ക് കാര്യത്തെ എത്തിച്ചത് ഒന്ന് ബ്രിട്ടീഷുകാരൻ, രണ്ട്
ഹിന്ദു മഹാസഭയും RSSകാരും ഇവിടെ മുസ്ലിംസുമായിട്ട് ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റത്തില്ല. റഹ്മത്ത് അലിയെ പോലുള്ള ആളുകൾ മുസ്ലിമിന് പ്രത്യേക രാഷ്ട്രം വേണം, മുഹമ്മദ് അലി ജിന്നയെ പോലുള്ള ആളുകൾ അതിനെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് രാജ്യത്തുടനീളം ഉണ്ടാക്കിയ കലാപങ്ങൾ, കൂട്ടക്കൊലകൾ, ഈ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലാണ്, ഇന്ത്യയിലല്ല. അതിന് കോൺഗ്രസ് ആണ് ഉത്തരവാദി എന്ന് ഇപ്പോൾ സ്നേഹിതരെ 78 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഒരു അവകാശം അല്ല പുതിയൊരു വാദഗതിയുമായിട്ട് വന്നിരിക്കുന്നത്. അത് ഇവിടെ ആദ്യം ശ്രീ ഹസ്കർ സൂചിപ്പിച്ചതുപോലെ രാജ്യം നേടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെയും ആ സ്വാതന്ത്ര്യത്തിന്റെ അതിൽ കോൺഗ്രസിന്റെ പങ്കിനെയും ഒക്കെ കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ RV ബാബുവിന് ഇതിന് തീർച്ചയായിട്ടും മറുപടി ഉണ്ടാകും. ശ്രീ RV ബാബു, ഇവിടെ സേനാപതി വേണു ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രവിഭജനത്തിന് കാരണം ഹിന്ദു മഹാസഭയും RSSും ഒക്കെയാണ് എന്നുള്ളതാണ്. കാരണങ്ങളിൽ ഒന്ന്, ഞാൻ കാരണം എന്നല്ല പറഞ്ഞേ, ഉത്തരം പറയാം. ആദ്യം തന്നെ ശരി, സേനാപതി വേണു, താങ്കൾ ചരിത്രം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. ഞാൻ ആദ്യം തന്നെ സേനാപതി വേണു പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരാ തുടങ്ങിയത് എന്ന് സേനാപതി വേണുവിന് അറിയാം? ഞാൻ പറഞ്ഞോട്ടെ സേനാപതി വേണു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഏതൊരു പ്രസ്ഥാനത്തിനും അവരുടെ സ്ഥാപകന്റെ ആ ഫോട്ടോ അവരുടെ ഓഫീസിൽ വെക്കാനുള്ള യോഗം ഉണ്ടാവും. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ യോഗമില്ല. അതിൻ്റെ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത് ബ്രിട്ടീഷുകാരനാണ്, A.O. ഹ്യൂമാണ്. A.O. ഹ്യൂമിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ഒരാളാണ് വില്യം വെഡർബോൺ. ആ ജീവചരിത്രം എഴുതിയിട്ട് A.O. ഹ്യൂം. ഞാൻ ശ്രീ RV ബാബു അങ്ങനെ ഇടപെടുമല്ല. തിരുവനന്തപുരത്തെ KPCC ഓഫീസിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ പടം AICC പ്രസിഡന്റുമാരുടെ അധ്യക്ഷന്മാരുടെ ഇതിൽ വെച്ചിരിക്കുന്നത്, അധ്യക്ഷനല്ല സ്ഥാപക നേതാക്കളിൽ വെച്ചിരിക്കുന്ന A.O. ഹ്യൂമിന്റെ പടമാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സന്ദേഹമോ മടിയോ ഒന്നുമില്ലല്ലോ. കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂം ആണെന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? സേനാപതി വേണു, ശ്രീ RV ബാബു തുടരും. അല്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടപെടുന്നുണ്ട്. ഒരു ചർച്ചയിലും മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടപെടാത്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല. സോറി. താങ്കൾക്ക് തീർച്ചയായിട്ടും സമയം കിട്ടും. RV ബാബു തുടരും. ശരി, അപ്പോ A.O. ഹ്യൂമിന്റെ ചിത്രം അദ്ദേഹം ഈ മ്യൂസിയത്തിൽ കാഴ്ച ബംഗ്ലാവിലൊക്കെ വെച്ചിട്ടുള്ള പോലെ A.O. ഹ്യൂമിന്റെ ചിത്രം KPCC ഓഫീസിലും കണ്ട് വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ബാക്കി നമ്മൾ കോൺഗ്രസ് യോഗങ്ങളിൽ എവിടെയും കോൺഗ്രസ് പരിപാടികളിൽ എവിടെയും കോൺഗ്രസ് സ്ഥാപകന്റെ ചിത്രം വെക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് A.O. ഹ്യൂമിന്റെ. പക്ഷേ A.O. ഹ്യൂം എന്തിനാണ് ഈ കോൺഗ്രസ് തുടങ്ങിയത്? A.O. ഹ്യൂമിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള വില്യം വെഡർബോൺ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എ സേഫ്റ്റി വാൽ ഫോർ ദി എസ്കേപ്പ് ഓഫ് ഗ്രേറ്റ് ആൻഡ് ഗ്രോയിങ് ഫോഴ്സസ് ജനറേറ്റഡ് ബൈ അവർ ഓൺ ആക്ഷൻ വാസ് അർജന്റ്ലി നീഡഡ് ആൻഡ് നോ മോർ എഫിഷ്യസ് സേഫ്റ്റി വാൽ ദാൻ അവർ കോൺഗ്രസ് മൂവ്മെന്റ് കുഡ് പോസിബിളി ബി ഡിവൈസ്ഡ്. അതായത് ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ദേശീയ വികാരത്തെ പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള ഒരു സേഫ്റ്റി വാൽവ് അനിവാര്യമായിരുന്നു. ആ സേഫ്റ്റി വാൽവ് എന്ന നിലയ്ക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് 1885 എന്ന് എഴുതി വെച്ചിട്ടുള്ളത് ഈ A.O. ഹ്യൂമിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള വില്യം വെഡർബോൺ ആണ്. അപ്പോൾ ഞാൻ ആ കോൺഗ്രസ് ആണ് പിന്നീട് എന്നു മുതലാണ് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ രാജ്ഞിക്കും രാജാവിനും പാദസേവ ചെയ്യുന്ന അവർക്ക് ദീർഘായുസ് നേർന്നുകൊണ്ടുള്ള പ്രമേയങ്ങൾക്ക് പകരം പിന്നീട് ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് മാറിയതെന്ന് ചോദിച്ചാൽ തിലകന്റെ കാലഘട്ടം മുതലാണ്. ബാലഗംഗാധര തിലകൻ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വന്ന കാലഘട്ടം മുതൽ നമുക്ക് കോൺഗ്രസിൽ ഒരു വലിയ വ്യത്യാസം കാണുകയും ദേശീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ കാലഘട്ടം വന്നതോടുകൂടി അതൊരു മാസ് മൂവ്മെന്റ് ആയിട്ട് മാറുകയും ചെയ്തു. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയിട്ട് മാറി, എല്ലാവരുടെയും പ്രസ്ഥാനമായിട്ട് മാറി. ഇത് ഒരു കാര്യം. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറയാൻ കാരണം? കോൺഗ്രസ് ആണ് ഇതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയാൻ കാരണം, കോൺഗ്രസ് മുസ്ലിം, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു RSS ആണ് എന്നൊക്കെ പറയുണ്ടായി, ഹൈന്ദവ സംഘടനകളാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ വിഭജനത്തിന്റെ വിത്ത് എന്നാണ് വിതയ്ക്കപ്പെട്ടത്? വിഭജനം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു 1906 മുസ്ലിം ലീഗിന്റെ സ്ഥാപനം. ആ മുസ്ലിം ലീഗിന്റെ സ്ഥാപനത്തോടുകൂടി ലോർഡ് മിന്റോവിന് സമർപ്പിച്ച ആഗാഖാന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച ഒരു നിവേദനമുണ്ട്. ആ നിവേദനത്തിൽ കൃത്യമായി തങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അവകാശങ്ങളിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, പ്രത്യേക സമ്മതിദാനാവകാശം,
സർക്കാർ സർവീസിൽ, ജുഡീഷ്യറിയിൽ, യൂണിവേഴ്സിറ്റി സെനറ്റിൽ, സിൻഡിക്കേറ്റിൽ തുടങ്ങിയിട്ടുള്ളതിലൊക്കെ ഞങ്ങൾക്ക് പ്രത്യേക സംവരണം. അപ്പൊ പ്രത്യേക വോട്ട്, പ്രത്യേക സമ്മതിദാനാവകാശം, പ്രത്യേക നിയോജക മണ്ഡലം, മതാടിസ്ഥാനത്തിൽ പ്രത്യേകം ഞങ്ങൾ വേറെയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചത്. അത് 906 ലീഗ് സ്ഥാപിച്ച ആ സമയത്ത് കൊടുത്തതാണ്. എന്നാൽ അതിനു മുൻപ് 1879-80 കാലഘട്ടത്തിൽ സർ സയ്യദ് അഹമ്മദ് ഖാൻ, നമ്മുടെ അലിഗഡ് സർവകലാശാലയുടെ സ്ഥാപകൻ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതായത് ഈ ഇന്ത്യ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയും എങ്ങനെയാണ് അത് ഒറ്റ രാഷ്ട്രമായിട്ട് മാറുക, എങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരുമിച്ച് ഒരു രാഷ്ട്രത്തിൽ കഴിയാൻ സാധിക്കുക എന്ന് ചോദിച്ച ആളുടെ പേര് സർ സയ്യദ് അഹമ്മദ് ഖാൻ എന്നാണ്. സർ സയ്യദ് അഹമ്മദ് ഖാന്റെ ആ പ്രസ്താവന നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോ സർ സയ്യദ് അഹമ്മദ് ഖാനെ പോലുള്ള മുസ്ലിം നേതാക്കന്മാർ 1879-80 കാലഘട്ടം മുതൽ തന്നെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരു രാഷ്ട്രമായി ജീവിക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിനുശേഷം നമുക്ക് 1906 മുസ്ലിം ലീഗിന്റെ സ്ഥാപനവും, മുസ്ലിം ലീഗിന്റെ സ്ഥാപനത്തിൽ ആ മുസ്ലിം ലീഗ് സമ്മേളനങ്ങളിൽ 906 കാലഘട്ടത്തിലെ ലീഗിന്റെ സ്ഥാപനത്തിന് ശേഷം ലീഗ് നടത്തിയ സമ്മേളനങ്ങളിൽ വിതരണം ചെയ്യുന്ന ലഘുലേഖയുണ്ട്. ഒരു സാമ്പിൾ ഞാൻ ഇവിടെ വായിക്കാം. ആ സാമ്പിൾ ഉദ്ധരിക്കുന്നത് ഞാൻ നേരത്തെ ഇവിടെ RC മജൂംദാറിന്റെ ഒരു പുസ്തകം ഉദ്ധരിച്ചല്ലോ, സേനാപതി വേണു, ഫ്രീഡം മൂവ്മെന്റിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള RC മജൂംദാറിന്റെ ആ പുസ്തകം. ആ പുസ്തകത്തിലെ ഭാഗമാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയാമോ? എ മുസൽമാൻസ് എറൈസ് എവേക്ക്, do not read in the same schools with the Hindus, do not buy anything from a Hindu shop, do not touch any article manufactured by Hindu hands, do not give any employment to a Hindu, do not accept any degrading office under a Hindu. You are ignorant, but if you are acquire knowledge, you can at once send all Hindus to Janam, അതായത് ഹെൽ, നരകത്തിലേക്ക് അയക്കാൻ പറ്റുമെന്നാണ്. ഞാനിതിന്റെ മലയാളം തർജ്ജമ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ പുസ്തകം, ഈ ലഘുലേഖ ഇങ്ങനെ വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത് RC മജൂംദാറിന്റെ ഹിസ്റ്ററി ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ, വോള്യം 11, പേജ് 54-55. സേനാപതി വേണു, ഞാൻ ചരിത്രം വായിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ചരിത്രം RC മജൂംദാറിന്റെ, താങ്കൾ ഉദ്ധരിച്ച അതേ പുസ്തകത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ആരാണ് ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ മതാടിസ്ഥാനത്തിൽ വേറെയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീജിത്ത് പണിക്കർ, ഇന്നത്തെ ദിവസം നമുക്കറിയാം രാഷ്ട്രവിഭജനത്തിന്റെ ഓർമ്മകൾ പേർന്ന ഒരു ദിനമാണ്. 2021 മുതൽ ഈ ദിവസത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന ആഹ്വാനം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ്. കാരണം ഓഗസ്റ്റ് 15 പോലെ തന്നെ നമ്മൾ സ്മരിക്കേണ്ട ഒരു ദിനമാണ് ഓഗസ്റ്റ് 14. കാരണം നമ്മുടെ രാഷ്ട്രം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പലായനം നമ്മുടെ ഈ നാട്ടിൽ സംഭവിച്ച ഒരു ദിവസമാണ്. പക്ഷേ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങൾ എടുത്ത നിലപാട്, SFI പോലെയുള്ള സംഘടനകൾ പരസ്യമായി ഈ ദിവസത്തെ, ഇതിനെ ആചരിക്കാൻ ഇറങ്ങുന്ന ABVP ഉൾപ്പെടെയുള്ള സംഘടനകളെ വെല്ലുവിളിക്കുന്നു, ക്യാമ്പസിലെ അന്തരീക്ഷം കലുഷിതമാക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിൽ നടന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വളരെ വിശാലമായ നിലയിൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കുമ്പോൾ കേരളത്തിലെ സാഹചര്യം അതല്ല. ഇവിടെ ഇന്നും സംഘർഷങ്ങളും വിവാദങ്ങളുമായിരുന്നു. ശ്രീജിത്ത് പണിക്കർ. ശ്രീ ഗൗതം, ഞാൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ, അത് ശ്രീ സേനാപതി വേണുവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശ്രീ RV ബാബുവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് RC മജുംദാറിന്റെ പുസ്തകത്തിനെ കോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്കതിൽ ശ്രീ RV ബാബു പറയുന്നതിൽ കൗതുകം തോന്നുന്നില്ല. പക്ഷെ എനിക്ക് വലിയ കൗതുകം തോന്നിയത് ശ്രീ സേനാപതി വേണു ഈ പുസ്തകത്തിനെ കോട്ട് ചെയ്യുന്നതിലാണ്. ആ പുസ്തകം ഉണ്ടായതിന്റെ ചരിത്രം എന്താണ് എന്ന് ഒരുപക്ഷെ ശ്രീ വേണു അദ്ദേഹത്തിന് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അറിയുന്നത് കൗതുകകരമായിരിക്കും. അറിഞ്ഞാൽ ഒരുപക്ഷെ ഈ പുസ്തകം ഇനി അദ്ദേഹം കോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 1952 ഔദ്യോഗികമായിട്ടുള്ള ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് തീരുമാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് ഓഫ് എഡിറ്റേഴ്സിനെ ഒക്കെ തന്നെ രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ രൂപീകരിച്ചതിന് ശേഷം അതിന്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടയാളാണ് RC മജുംദാർ. RC മജുംദാറിന്
വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടിയിരുന്നു. അതായത് പ്രീ കോൺഗ്രസ് ആക്ടിവിസം ഒഴിവാക്കുക. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇൻവോൾവ്മെന്റിന് മുമ്പുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിനെ കാര്യമായി പറഞ്ഞു പോകേണ്ടതില്ല. 2, സുഭാഷ് ചന്ദ്രബോസും INA-യും കാര്യമായിട്ടുള്ള പ്രാധാന്യം അതിന് നൽകേണ്ടതില്ല. 3, റവല്യൂഷണറീസ്, നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാരുടെ റോളിനെ പറ്റിയും കാര്യമായിട്ട് കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബോർഡ് കൂടുന്ന സമയത്തെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് റേസ് ചെയ്തിരുന്ന ആളാണ് RC മജുംദാർ. അവസാനം എന്താ സംഭവിച്ചത്? ആ പ്രൊട്ടസ്റ്റ് ഇങ്ങനെ വന്ന് 3 വർഷം കഴിയുമ്പോഴേക്ക് ഇനി ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ സർക്കാർ ഈ ഒരു ബോർഡിനെ അങ്ങ് പിരിച്ചുവിട്ടതോടുകൂടി ഈ പ്രോജക്റ്റിന്റെ, അതായത് ഔദ്യോഗിക ഇന്ത്യ ചരിത്രം, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അത് എഴുതുന്ന ഈ ബോർഡിൽ നിന്ന് ഇദ്ദേഹം നിഷ്കാസിതനായി മാറുകയാണ്. ആര്? RC മജുംദാർ. അതിനുശേഷം കോൺഗ്രസുമായി വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന താരാചന്ദിനെ അതിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. കോൺഗ്രസ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ചരിത്രം പിന്നീട് താരാചന്ദ് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പക്ഷെ RC മജുംദാർ വെറുതെ ഇരുന്നില്ല. പകരം അദ്ദേഹം പോയിട്ട് ഒരു 3 വോളിയം പുസ്തകം എഴുതി. ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറയുന്നുണ്ട് RC മജുംദാറിന്റെ പുസ്തകം എടുത്ത് വായിക്കുന്നു. ഏത് പുസ്തകം, ഏത് വോളിയം? 3 വോളിയമാണ് എഴുതിയിരിക്കുന്നത്. ആ 3 വോളിയത്തിൽ അദ്ദേഹം ഈ കാര്യത്തിനെ എല്ലാം തന്നെ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന പ്രീ കോൺഗ്രസ് ആക്ടിവിസം എന്തായിരുന്നു, സുഭാഷ് ചന്ദ്രബോസിന്റെയും INA-യുടെയും പങ്ക് എന്തായിരുന്നു, നമ്മുടെ വിപ്ലവകാരികൾ ചെയ്തിരിക്കുന്നത് എന്താണ് എന്ന് പറയുന്നുണ്ട്. ഇനി അതിൽ നിന്നുള്ള കോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയനായിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു കൂടിയാണ്. ജവഹർലാൽ നെഹ്റുവിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വലിയ ആക്റ്റീവ് റോൾ ഉണ്ടായിരുന്നില്ല എന്നും അത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നും മഹാത്മാഗാന്ധിയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിലാണ് ആ ഇമേജ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നും അക്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഹിസ്റ്റോറിയൻ ഒരുപക്ഷെ RC മജുംദാർ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിന് തന്നെ കോൺഗ്രസ് സർക്കാരിനോടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അതായത് നെഹ്റു ഗവൺമെന്റ് ഈ അക്കാഡമിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ, ഹിസ്റ്റോറിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഐഡിയോളജിക്കൽ മൊണോപ്പൊളിക്ക് ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു മജുംദാറിന്റെ വാദം. അപ്പൊ അങ്ങനെയുള്ള ഒരു മജുംദാറിനെ കോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാർക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം ഈ ചർച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ പരിശോധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്താണ്? ഈ പാർട്ടീഷൻ ഹൊറേഴ്സ് റിമെമ്പറൻസ് ഡേ നമ്മൾ ആചരിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. മലയാളത്തിൽ പറഞ്ഞാൽ വിഭജന ഭീതി അനുസ്മരണ ദിനം എന്നാണ് ഈ ദിവസത്തിന് പറയുന്ന പേര്. അപ്പൊ ഇതിന്റെ ചരിത്രം എന്താ? ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഇതിനെ ഓർമ്മിക്കാവുന്നതാണ്. അത് കോൺഗ്രസ്സുകാർക്കെന്നല്ല ആർക്ക് വേണമെങ്കിലും ഓർമ്മിക്കാവുന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിഭജനം അത് ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹ്യൂമൻ ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ സാക്ഷികളായത്. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ് മൈഗ്രേഷൻ, 2 കോടിയോളം ആൾക്കാരെ ബാധിച്ചിരിക്കുന്ന ട്രാൻസ് മൈഗ്രേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അതിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ആൾക്കാരിൽ ഏതാണ്ട് 20 ലക്ഷം ആൾക്കാരെങ്കിലും മരിച്ചു എന്നുള്ളതാണ് റഫായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്. ആക്യുറേറ്റ് അല്ല, അതിലെല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരും അതിലുണ്ട്. 75,000-ഓളം പെൺകുട്ടികളും സ്ത്രീകളും മാനഭംഗത്തിന് വിധേയരായിട്ടുണ്ട് എന്നുള്ളതാണ് റഫ് എസ്റ്റിമേറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാജഡി, മറ്റൊരു ട്രാജഡിയും ഇതിന് മുകളിലാവില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഏറ്റവും വലിയൊരു ട്രാജഡിയാണ് അന്നുണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ അനുസ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മനുഷ്യർ ജീവിച്ചിരുന്നെങ്കിലോ, അവർ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏതൊക്കെ രീതിയിൽ ഒരുപക്ഷെ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുമായിരുന്നു, ഏതെങ്കിലും ഒരു പ്രത്യേക ആശയത്തിന്റെ പക്ഷം പിടിച്ചതുകൊണ്ടാണോ അവരുടെ മരണം ഉണ്ടായിരിക്കുന്നത്? ഒന്നുമല്ല. എന്താണ് കാരണമെന്ന് പോലും ഒരുപക്ഷെ പറയാൻ കഴിയാത്ത, വിഭജനം വേണമെന്നോ വേണ്ട ഇത്ര വലിയൊരു ദുരന്തം, വിഭജനം, അത് സ്വതന്ത്രാനന്തര ഭാരതത്തിന് ഒരിക്കൽ പോലും അതിനുശേഷം 47-ന് ശേഷം ഒരിക്കൽ പോലും നമ്മുടെ രാജ്യത്ത് അത്തരം ഒരു വലിയ സംഘർഷമോ രക്തരൂക്ഷിതമായ അന്തരീക്ഷമോ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ 47-ൽ നടന്ന സംഭവങ്ങൾ തീർച്ചയായിട്ടും ഇവിടുത്തെ അടുത്ത തലമുറ പഠിക്കേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയത്. ശ്രീ BN ഹസ്കർ, ഇന്നിപ്പോൾ വിഭജന ഭീതി അനുസ്മരണ ദിവസം ആചരിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സർക്കുലർ കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ പ്രിൻസിപ്പാൾമാർക്ക് അയച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, വിഭജന ഭീതി അനുസ്മരണ ദിവസ് ആചരിച്ചാൽ അത് ഈ നാടിൻ്റെ മതേതര സ്വഭാവം ഇല്ലാണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട, ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് 1947 ഓഗസ്റ്റ് 14-ന് അർദ്ധരാത്രിയിൽ എന്ത് സംഭവിച്ചു എന്ന് അടുത്ത തലമുറയെ അറിയിക്കുന്ന ഒരു ദിനം ആചരിച്ചാൽ എങ്ങനെയാണ് ഈ നാടിൻ്റെ മതേതരത്വ സ്വഭാവത്തെ അത് ബാധിക്കുന്നത്? ഹസ്കർ, അങ്ങനല്ല. ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി മാറ്റുക എന്നുള്ളതാണ്. മതേതരത്വം എന്നും മതനിരപേക്ഷത എന്ന് പറയുന്ന 2 വാക്കുകളെ ഒരു കാരണവശാലും
അംഗീകരിക്കാൻ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഒരു വസ്തുതയാണ്. അപ്പോ സ്വാഭാവികമായി ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് വിഭജനത്തിന്റെ ഉണങ്ങാത്ത മുറിവുകളിൽ ഉപ്പു തേക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു ആഘോഷ പരിപാടി ആഘോഷിക്കണം എന്ന ആഹ്വാനത്തിലൂടെ വരുന്നത്. അത് കൃത്യമായും രാജ്യത്ത് ജനങ്ങളെ രണ്ടായി തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എന്നുള്ളതിന് എന്തൊക്കെയാണ് ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് അടർത്തിയെടുത്താൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വിഭജനം ഒരു കാലത്തും അംഗീകരിക്കപ്പെടേണ്ടത് ആയിരുന്നില്ല എന്നൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ 1940 മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിലപാട് അങ്ങനെയാണോ? രാജ്യത്തെ 16 കഷ്ണമായി വിഭജിക്കണമെന്നല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത് 1942? അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതൊരു ചരിത്രപരമായി അത് ഈ വിഷയത്തിൽ ഒതുങ്ങുന്നതുമല്ല. നമുക്ക് 1940 മുസ്ലിം ലീഗും ജിന്നയും ഇന്ത്യ ദുരാഷ്ട്ര വിഭജനത്തെ സംബന്ധിച്ചുള്ള പ്രമേയം അംഗീകരിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് RSSഉം അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയും ദുരാഷ്ട്രവാദം അംഗീകരിച്ചു എന്ന ചരിത്രത്തിൽ നിരവധി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന ഗോൾവാർക്കറിന്റെ പുസ്തകത്തിൽ തന്നെ വളരെ കൃത്യമായി അവിടെയാണ് നേരത്തെ സേനാപതി വേണു ചോദിക്കുമ്പോഴും ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് അവിടെയാണ്. അതായത് ഈ 1906 രൂപം കൊണ്ട, ഇന്നത്തെ ബംഗ്ലാദേശിലുള്ള ധാക്കയിൽ രൂപം കൊണ്ട മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന അന്ന് മുതൽ മുസ്ലിം സമൂഹത്തിന് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, അവർക്കൊരു പരമാധികാര രാഷ്ട്രം വേണമെന്ന വാദം എന്ന് 1906 മുതൽ ഉയർത്തുകയാണ്. നിങ്ങൾ ഈ പറയുന്ന RSS 1925 രൂപം കൊണ്ടൊരു സംഘടനയല്ലേ? അല്ല ഗൗതം, അതിന്റെ ചരിത്രത്തെ വസ്തുതാപരമായി സമീപിക്കുക. 1906 മുസ്ലിം ലീഗ് രൂപപ്പെടുന്നത് ഈ രാജ്യം ഒരേ രാജ്യമായി നിൽക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള മുസ്ലിങ്ങളുടെ അവകാശത്തിനു വേണ്ടി മാത്രമാണ്. 1940 മാത്രമാണ് മുസ്ലിം ലീഗ് ദ്വരാഷ്ട്രവാദം അംഗീകരിക്കുന്നതും പ്രമേയം പാസ്സാക്കുന്നതും. അതിനും എത്രയോ അതേ ദ്വരാഷ്ട്രവാദം അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ബംഗാളിൽ ഹിന്ദു മഹാസഭയുടെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിൽ മുസ്ലിം ലീഗ് നേതാവുമായി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. സിന്ധ് പ്രവിശ്യയിൽ നേരത്തെ സൂചിപ്പിച്ച BJP ഹിന്ദു മഹാസഭയുടെ പ്രതിനിധികൾ അംഗങ്ങളായിരുന്നു. സിന്ധു അസംബ്ലിയിൽ വളരെ കൃത്യമായി ഇന്ത്യ വിഭജനത്തെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കുന്ന ഘട്ടത്തിൽ രാജിവെക്കുന്നതിന് പോലും അന്ന് ഹിന്ദു മഹാസഭയുടെ അംഗങ്ങൾ തയ്യാറായിരുന്നു. അതിന്റെ അർത്ഥം മുസ്ലിം ലീഗുമായി ഹിന്ദു മഹാസഭയ്ക്ക് ചേരുന്നതിന് യാതൊരു ഘട്ടത്തിലും മടിയുണ്ടായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നിരവധി വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. മതേതര ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും ഹിന്ദു മഹാസഭയും RSSഉം ആഗ്രഹിച്ചിരുന്നത് എന്താണ് ചരിത്രം. ഇന്ത്യ മുറിക്കണം എന്ന് RSS എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നൊന്ന് പറയാമോ? ഏത് രേഖ ഉദ്ധരിച്ചാണ് അങ്ങ് പറയുന്നതെന്ന് പറയാമോ? ഇന്ത്യ അങ്ങ് പറഞ്ഞല്ലോ 1940 മുമ്പ് RSS പറഞ്ഞു, ഹിന്ദു മഹാസഭ പറഞ്ഞു എന്ന്. എവിടെയാണ്, എപ്പോഴാണ് പറഞ്ഞതെന്ന് എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കാമോ? 1923 ഇറങ്ങിയ എന്താണ് ഹിന്ദുത്വ എന്ന ഗോൾവാർക്കറുടെ പുസ്തകം പരിശോധിക്കും. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി ദുരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നുണ്ട്. RSS ഉണ്ടാകുന്നത് 1925-ലാണ്. ശ്രീ ഹസ്കർ, RSS രൂപീകരിക്കുന്നത് 1925-ലാണ്. അല്ലല്ല, എന്നാണ് ഇറങ്ങിയത്? നാഷൻഹുഡ് ഡിഫൈൻഡ് എന്നാ ഇറങ്ങിയത്? 1923 നാഷൻഹുഡ് ഡിഫൈൻഡ് എന്നാ ഇറങ്ങിയത്? ഫസ്റ്റ് പ്രിന്റ് ഇറങ്ങുന്നത് 1923-ലാണ്. ആണോ? പരിശോധിക്കുന്നത് എന്റെ സാറേ, 1938-ലാണ് ഗോൾവൾക്കർ. അതും എന്റെ സാർ ഒന്ന് മനസ്സിലാക്കൂ. താങ്കൾ ആദ്യം ആ പുസ്തകം ഒന്ന് നോക്കൂ. താങ്കൾ കാണാത്തൊരു പുസ്തകത്തെ കുറിച്ച് താങ്കൾ പറയുകയാണ്. 1936 ഗണേശ് റാവു, അതായത് സവർക്കറിന്റെ സഹോദരനാണ് ഈ പുസ്തകം. അതിന്റെ ഒറിജിനൽ, അതിന്റെ വിവർത്തനമാണ്, സ്വതന്ത്ര വിവർത്തനമാണ് ഗോൾവൾക്കർ ചെയ്യുന്നത്. ആ പുസ്തകം 1938-ലാണ് ഇറങ്ങുന്നത്. 1938-ലാണ്. താങ്കൾ പറയുന്ന 1923 എന്ന് പറയുന്നത് സവർക്കറിന്റെ ഹിന്ദുത്വ എന്ന പുസ്തകമാണ്. സവർക്കർ അപ്പോൾ RSS തുടങ്ങിയിട്ടില്ല. 1925-ലാണ് RSS തുടങ്ങുന്നത്. ഈ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ എവിടെയും മുസ്ലിം ഈ രാജ്യം വെട്ടിമുറിക്കണം, രണ്ടാവണം എന്ന് പറഞ്ഞതായിട്ട് താങ്കൾക്ക് ഒരു വരി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഹിന്ദുത്വ എന്നുള്ള പുസ്തകം എന്റെ കയ്യിലുണ്ട്. ഇപ്പോ അത് ഞാൻ എടുക്കാം. ഒരു വരി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ?
അതെടുക്കുന്ന RSSന്റെ നിലപാടെന്താ? താങ്കൾക്കറിയോ ഞാനിവിടെ പറഞ്ഞത് 1880 മുതൽ 1880 മുതൽ ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രണ്ട് രാജ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. 1880 മുതൽ 1906 പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടില്ലേ? മതാടിസ്ഥാനത്തിൽ ലീഗല്ലേ ആവശ്യപ്പെട്ടത്? നിങ്ങൾ എന്താ ലീഗിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറാവാത്തത്? ലീഗ് ആണ് വിഭജനത്തിന്റെ വിത്ത് വിതച്ചത് എന്ന് പറയാൻ ഇതുവരെ സേനാപതി വേണുവോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹസ്കറോ തയ്യാറായോ? ഇല്ലല്ലോ, ഇതുവരെ തയ്യാറായില്ലല്ലോ. ലീഗ് ചെയ്ത ഡയറക്റ്റ് ആക്ഷനെ വെള്ളപൂശുക, ലീഗ് കൂട്ടക്കൊലകളെ വെള്ളപൂശുക, ഇതാണ് ഹസ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലല്ല. RV ബാബു ഒരു കാര്യം മനസ്സിലാക്കുക, ലീഗ് എന്ന് നിങ്ങൾ ആവർത്തിച്ച പറയുമ്പോ അത് ഇന്നിപ്പോ കേരളത്തിലുള്ള അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല. ഒന്ന് മുസ്ലിം ജിന്നയുടെ ലീഗ് നടത്തിയിട്ടുള്ള ലീഗ് തന്നെയാണ് സാർ. ഒരിക്കലല്ല, ആ ലീഗ് തന്നെയാണ്. അതല്ല, നിങ്ങൾ ഒരേ കണ്ണാടി ആശയം അതാണ്. നിങ്ങൾ ഒരേ കണ്ണാടി വെച്ച് നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. നിങ്ങൾ ആ കണ്ണാടി മാറ്റി കേരളത്തിലെ ലീഗിനെ വസ്തുതാപരമായി പരിശോധിച്ചാൽ, ആ ലീഗിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജിന്നയുടെ ലീഗും കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും രണ്ടായി തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ബാബറി മസ്ജിദ് തകർന്നു വീഴുന്ന കാലങ്ങളിൽ, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു തരത്തിലുമുള്ള മതസ്പർദ്ധയോ വർഗീയ കലാപങ്ങളോ ഉണ്ടാകാതിരിക്കുന്നതിന് ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തിയ ഒരു പ്രസ്ഥാനം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത്? മലപ്പുറം ജില്ലയിലൊക്കെ വ്യാപകമായി ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മലപ്പുറം ജില്ലയിലൊക്കെ വ്യാപകമായി ആക്രമണം നടന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് 5 പേര്. ഒരു പക്ഷെ കേരളം മറ്റൊരു വിഭജന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഭീകരമാകുന്ന തരത്തിലേക്ക് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചപ്പോ. ആ പൊള്ളിച്ച സമയത്താണ് കേരളത്തിൽ ലീഗ് എടുത്ത സമചിത്തതയുടെ നിലപാടാണ് ഒരുപക്ഷെ കേരളത്തിന്റെ ഈ സോഷ്യൽ ഫാബ്രിക്കിൽ ഒരു തരത്തിലുമുള്ള വർഗീയ കലാപങ്ങൾക്ക് സാഹചര്യം ഉണ്ടാക്കാത്ത ചരിത്രവസ്തുവാണ്. അങ്ങയിലേക്ക് ഞാൻ എത്താം. ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടത്, ഈ ലീഗ് അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച ലീഗിനെ പറ്റി, മാറാട് കലാപത്തെ പറ്റി അന്വേഷണം നടത്തിയ തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട് അത് കൃത്യമായി തന്നെ അടിവരയിടുന്നത് മാറാട് കലാപത്തിന്റെ ഗൂഢാലോചനയിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിന്, താങ്കളിപ്പോൾ ഈ മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണെന്ന് പറയുന്ന അതേ സംഘടനയെ പറ്റി മാറാട് കലാപവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വർഗീയ സ്വഭാവം ഈ പാർട്ടി കാണിക്കുന്നു എന്നുള്ളത്. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ ചർച്ച തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ സേനാപതി വേണുവാണെങ്കിലും ഹസ്കർ ആണെങ്കിലും ഇരുവരും സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ രാഷ്ട്ര വിഭജനത്തിന് അടിത്തറ പാകിയത് ഹിന്ദു മഹാസഭ പോലെയുള്ള സംഘടനകളാണ് എന്നുള്ളതാണ്. ഇതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? നോക്കൂ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുസ്തകങ്ങളെ പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെ, ഇവരുടെ വാദഗതികളെ പൂർണ്ണമായി മനസ്സിലാക്കാതെയാണ് ഈ ഇയർലി കൺക്ലൂഷൻസിലേക്ക് നമ്മൾ പലപ്പോഴും എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന 1923 വന്നിരിക്കുന്ന സവർക്കറുടെ ഹിന്ദുത്വ എന്ന പുസ്തകമാണെങ്കിലും, എനിക്ക് തോന്നുന്നു 1939 മറ്റാണ് വന്നിരിക്കുന്ന ഗോൾവൽക്കറുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണെങ്കിലും ഒക്കെ തന്നെ അതിനെ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം ഇവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡോമിനന്റ് മെജോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു റിയാലിറ്റി ചെക്ക് അതിലുണ്ട്. അതിനെക്കുറിച്ച് ഈ 2 പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു 2 നേഷൻ തിയറി ഉണ്ടാകണമെന്നോ ഇന്ത്യ വിഭജിക്കപ്പെടണമെന്നോ ഈ പുസ്തകങ്ങളിൽ രണ്ടും പറയുന്നില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അജണ്ട ഉണ്ട് എന്ന രീതിയിലത്തേക്ക് അതിനെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇനി അഥവാ ആരെങ്കിലും, ഇപ്പോൾ സവർക്കറോ ഗോൾവൽക്കറോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ ഒരു 2 നേഷൻ തിയറി വേണം എന്നുള്ള വാദത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അവരുടെ ആ വാദം കൊണ്ടാണോ ആ വിഭജനം നടന്നത്? വിഭജനം നടക്കുന്നതിന് കാരണം എന്താണ്? വിഭജനം നടക്കുന്ന സമയത്ത് വിഭജനം നടത്തിക്കൊടുത്ത ആൾക്കാർ അത് ആരോടൊക്കെയാണ് അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചത്? ആരാണത് വോട്ടിനിട്ട് പാസ്സാക്കിയിരിക്കുന്നത്? അതായത് ഞാൻ പറയുന്നത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മെൻ ഓഫ് സ്റ്റാൻഡിങ് ആരായിരുന്നു? അത് ഇവിടുത്തെ കോൺഗ്രസ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗിൽ പാർട്ടീഷൻ വേണോ വേണ്ടയോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൽ കൈപൊക്കുന്ന നേതാക്കന്മാരുടെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഹൊമായി വ്യാരവാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയതാണ്. ഫോട്ടോഗ്രാഫർമാർക്ക് സ്ട്രിക്ട്ലി പ്രവേശനം അനുവദിക്കാതിരുന്ന കോൺഗ്രസിന്റെ മീറ്റിംഗിൽ അവർ പ്രവേശിച്ചതിന് ശേഷം ഒരു ഡെസ്കിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു.
അവിടെ വെച്ച് അവർ പകർത്തിയിരുന്ന ഫോട്ടോയാണ് പിന്നീട് അത് പുറത്തു വന്നിരിക്കുന്നുണ്ട്. അതിൽ പാർട്ടീഷൻ വേണോ വേണ്ടയോ എന്ന് ചോദിക്കുന്ന സമയത്ത് കൈ പൊക്കിക്കൊണ്ട്, വിരല് പൊക്കിക്കൊണ്ട് മുൻനിരയിൽ ഇരിക്കുന്ന ഒരാളിന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. അദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന ആളിന്റെ പേര് രാജേന്ദ്ര പ്രസാദ് എന്നാണ്. പിൻനിരയിൽ ഇരിക്കുന്ന ആളിന്റെ പേര് ഗോവിന്ദ് വല്ലഭ് പന്ത് എന്നാണ്. അപ്പൊ ഇതെല്ലാം കോൺഗ്രസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ആരുടെ വായിലേക്ക് നമ്മൾ ഇതിന്റെ ഉത്തരവാദിത്വത്തിനെ കൊണ്ടുവന്ന് തിരികെ കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനമെടുക്കുന്നതും ഇപ്പൊ നിയമനിർമ്മാണം നടക്കുന്നത് ബ്രിട്ടനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഇവിടെ അംഗീകരിക്കുന്നത് വരുന്നതും ഇവിടെ നിന്നാണ്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മറ്റൊരാളിന്, അതായത് നിങ്ങൾ ഈ പറയുന്നത് പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പിന്നെ RSS എന്താണ് പങ്കെന്നാണ് അല്ലാത്ത സമയത്തെല്ലാം ചോദിക്കുന്നത്. പക്ഷെ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ രാജ്യം വിഭജിച്ചത് എന്ന രീതിയിലത്തേക്കാണ് ഇവർ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് അവിടെയാണ് അതിന്റെ പ്രശ്നം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇതിൽ പറയുന്ന വാദങ്ങളൊക്കെ ഈ ഒരു ദിവസത്തിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുറേയധികം മുഖമില്ലാത്ത പേരില്ലാത്ത മനുഷ്യരാണ് ഇതിന്റെ കുരുതിക്കെല്ലാം തന്നെ പിന്നെ ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഓർക്കുകയാണ്. അവരെ ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് പ്രശ്നം? അപ്പൊ അത് ഉടനെ തന്നെ ഒരു മതവിദ്വേഷം ഉണ്ടാക്കുമെന്നോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ നമ്മൾ മോശമായി കാണുന്നതിനൊക്കെ തന്നെ ചിന്തിക്കുമെന്നോ വർഗീയതയ്ക്ക് കാരണമാകുമെന്നൊക്കെ തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്നത്? ഇപ്പൊ ലോകത്ത് ഒരു 2 ഡസനിലധികം യൂറോപ്യൻ രാജ്യങ്ങൾ നിരന്തരമായിട്ട് ആചരിക്കുന്ന, മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ജനുവരി 27 മറ്റോ ആണ്, അതല്ലാതെ മറ്റു പല ദിവസങ്ങളിലും അതാത് രാജ്യങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളിലും ആചരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹോളോകോസ്റ്റ് റിമെമ്പറൻസ് ഡേ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചരിത്രത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയാണ്, ജനസൈഡാണ് ഹോളോകോസ്റ്റ്. അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയിരിക്കുന്ന നാസികളുടെ കൂട്ടക്കൊല. അപ്പൊ അതിന് വിധേയരായിരിക്കുന്ന ജൂതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു 24 രാജ്യങ്ങളെങ്കിലും യൂറോപ്പിൽ കൃത്യമായിട്ട് ഈ ദിനം ആചരിക്കുന്നുണ്ട്, ജർമ്മനിയിൽ ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ ഇത് ആചരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജൂതന്മാരെ മോശമായിട്ട് കാണണമെന്നതിന് അർത്ഥമുണ്ടോ? അതോ ജർമ്മനിക്കാരെ നമ്മൾ മോശമായിട്ട് കാണണം എന്നുള്ള അർത്ഥമുണ്ടോ? അതൊന്നും അല്ല അതിന്റെ അർത്ഥം. മറിച്ച് നമ്മൾ ഇന്ന് നേടിയിരിക്കുന്ന, നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യവും ഇന്നത്തെ ഒരു സോഷ്യൽ ഓർഡറും അത് നിലനിർത്തുന്നതിന് കാരണമായിട്ടുള്ള കുറേയധികം സ്ട്രഗിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും അന്ന് അതിനു വേണ്ടിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന കുറേയധികം പേരും മുഖവും ഇല്ലാത്ത മനുഷ്യരുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിൽ നിന്നുള്ള ഒരു ഊർജം സ്വീകരിച്ചിട്ടാണ് പിന്നീടുള്ള പീസ്ഫുൾ സംഘടനകൾ ഉണ്ടായിട്ടുള്ളത്, UN ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഇപ്പൊ ഇതിൽ കോൺഗ്രസ് നേതാവാണ് ശ്രീ സേനാപതി വേണു. അദ്ദേഹം തന്നെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഈ ഒരു ദിവസം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്ന രീതിയിലോ ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെയാണ്. ഞാൻ പറയുന്നത് 20 വർഷങ്ങൾക്ക് മുമ്പാണ് യുണൈറ്റഡ് നേഷൻസ് ഔദ്യോഗികമായിട്ട് എല്ലാ വർഷവും ജനുവരി മാസം 27-ാം തീയതി ഹോളോകോസ്റ്റ് റിമെമ്പറൻസ് ഡേ ആയിട്ട് ആചരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ തീരുമാനമെടുക്കുന്ന സമയത്ത് അന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച, അതിന്റെ പിറ്റേ വർഷത്തിൽ സംസാരിച്ച ആള് തിരുവനന്തപുരം MP ആണ്, കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂരാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ഇങ്ങനെ ഒരു തീരുമാനം അംഗരാജ്യങ്ങൾ എടുക്കുകയാണ്, 191 അംഗരാജ്യങ്ങൾ ഇവിടെയുണ്ട്, നമ്മൾ ഈ എടുത്തിരിക്കുന്ന തീരുമാനം ചരിത്രപരമാണ് എന്നാണ്, അത് ഏറ്റവും തികച്ചും ഉചിതമായിട്ടുള്ള കാര്യമാണ് എന്നാണ്, ഈ വംശഹത്യയുടെ ആശസ്സിൽ നിന്നാണ് UN ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ലോകം വിദ്വേഷം മൂലം ചുരുങ്ങി ഇല്ലാതെയാകുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നുവെന്നും അത് നമ്മൾ മറക്കാൻ പാടില്ല എന്നും അതിൽ നിന്ന് നമ്മൾ പിന്നീടുള്ള പോസിറ്റീവ്സിനെ എടുത്ത് നമ്മൾ ഭാവി കാലത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാം എന്നുള്ളതാണ്. അന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാരുള്ള കടമ മറക്കരുത്. പോസിറ്റീവ് കാര്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ഇനിയൊരു വിഭജനത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം പോകരുത് എന്ന കൃത്യമായ സന്ദേശം നൽകുന്നതാണ് വിഭജന ഭീതി അനുസ്മരണ ദിവസ്. ഒരു സേനാപതി വേണു, നേരത്തെ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ 47-ൽ വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കോൺഗ്രസിന് കൈകഴുകി പോകാൻ കഴിയില്ല. കാരണം പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രവിഭജനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് മതാടിസ്ഥാനത്തിൽ ഭാരതം 2ആയി വിഭജിക്കപ്പെട്ടത് എന്നത് വസ്തുതാപരമായ ഒരു ചരിത്രരേഖയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം പുതിയ തലമുറ പഠിക്കുന്നതാണോ കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നത്? ശ്രീ സേനാപതി വേണു. അല്ല, ഞാന് വളരെ എന്താ പറഞ്ഞ സൗമ്യമായി ശ്രീജിത്ത് പുരട്ടിയ ആ വിഷം അത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അത് വേറൊന്നുമല്ല, എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിഭജനത്തിന് കൈപൊക്കി, JB പന്ത് വിഭജനത്തിന് വേണ്ടി കൈപൊക്കി, രാജേന്ദ്ര പ്രസാദ് വിഭജനത്തിന് വേണ്ടി. അല്ല, ഞാൻ കണ്ടെന്നേ, അല്ല അതൊക്കെ ഫോട്ടോ ഉള്ളതാണല്ലോ, നമ്മളെല്ലാം ചരിത്രത്തിൽ അത് ഉള്ളതാണല്ലോ. പക്ഷെ എന്റെ വിനീതമായ ചോദ്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിഭജനം കോൺഗ്രസിനോട് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ, എന്തേ RSSകാരോടും ഹിന്ദു മഹാസഭക്കാരോടും ആലോചിക്കാതിരുന്നത്?
കാരണം അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ സ്വാതന്ത്ര്യ സമരത്തിൽ അതിന്റെ മുന്നണി പോരാളികളായി ബ്രിട്ടനെതിരെയുള്ള പോരാട്ടത്തിൽ ഇല്ല. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ബ്രിട്ടനെ സഹായിക്കാം എന്നുള്ളതാണ് നിലപാട്. ആ നിലപാട് സ്വീകരിച്ചവരാണ്. ഇവിടെ ഈ ബാബു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ശ്രീജിത്ത് പണിക്കർ ചോദിച്ചൊരു ചോദ്യം, രണ്ടുപേരും ചോദിച്ചു RSS എപ്പോഴെങ്കിലും ദ്വരാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ടോ, അല്ലെ 2 രാഷ്ട്രമായിട്ട് വിഭജിക്കണം എന്ന് ഉണ്ടോ എന്നുള്ള ചോദ്യം. സവർക്കറേയും അതുപോലെ തന്നെ ഗോൾവർക്കറുടെയും പുസ്തകത്തിന്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ വളരെ വിനീതമായിട്ട് 1937 അലഹബാദിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച CVD സവർക്കർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കാം, അല്ലെ മറാഠിയിലോ ആയിരിക്കാം അദ്ദേഹം പ്രസംഗിച്ചത്. അതിന്റെ ഒരു മലയാള പരിവർത്തനം. ഇന്ത്യ ഒരു രാഷ്ട്രമായിരിക്കുന്നു എന്നത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വചനമാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് മുഖ്യമായും 2 രാഷ്ട്രങ്ങൾ, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പരസ്പരം ശത്രുക്കളായ 2 രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മുസ്ലിമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാഷ്ട്രത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നമ്മൾ മുമ്പേ ചർച്ച ചെയ്ത പുസ്തകം അവർ നേഷൻഹുഡ് ഡിഫൈൻസ് MS ഗോൾവർക്കർ, എന്റെ അറിവിൽ 1939 ആ പുസ്തകം ഇറങ്ങി. 38 അല്ല 39 സബ്ജക്ട് ടു കറക്ഷൻ, 38 or 39 ആ പുസ്തകത്തെ കുറിച്ചാണ്. അതിന്റെ അകത്തും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അദ്ദേഹം പറയുന്നത് എന്ന കൃതിയിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണം, മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഒന്നുകിൽ ഹിന്ദു സമൂഹത്തിൽ ലയിച്ച് വംശശുദ്ധീകരണത്തിന് വിധേയമാവുകയോ അല്ലെങ്കിൽ രാജ്യം വിട്ടുപോവുകയോ ചെയ്യണം. അതാണ് പറയുന്നത്. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ? അപ്പോ അതിന് ബദലായി അപ്പുറത്ത് മുസ്ലിം ലീഗ് ഇന്നയും, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സർവോദയ ലീഗാണ് കേട്ടോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല. അന്നത്തെ മുസ്ലിം ലീഗ് സർവോദയ ലീഗാണ്. ആ ലീഗും അതിന്റെ പ്രതിനിധിയും റഹ്മത്ത് അലി ഉയർത്തിവിട്ട പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും ദുരാഷ്ട്രവാദവും ബംഗാളിൽ നിന്ന് സുഹൃതവർദ്ധിയെ പോലുള്ള നിഷ്ഠൂരമായി ഡയറക്റ്റ് ആക്ഷന് വേണ്ടി നേതൃത്വം കൊടുത്ത ആളുകളും ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയ ആ അസ്വസ്ഥതയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ രാജ്യത്തിന് മുന്നോട്ട് പോകണം. കാരണം ബ്രിട്ടീഷുകാരൻ ആഗ്രഹിക്കുന്നത് അവൻ വിട്ടുപോകുമ്പോൾ ഇന്ത്യ രാജ്യം സർവ്വസ്വതന്ത്രമായി എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണം എന്നല്ല. 1991 സദ്ദാം ഹുസൈൻ കുവൈറ്റ് കീഴടക്കി പിൻവാങ്ങുമ്പോൾ എല്ലാ എണ്ണക്കിണറിലും തീ വെച്ചിട്ടാ പോയത്. കാരണം എന്താ? കുവൈറ്റ് നശിച്ച് നാറാണക്കല്ല് പിടിക്കണം. അത് തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരന്റെ ആഗ്രഹവും. ഈ രാജ്യം നശിച്ച് നാറാണക്കല്ല് പിടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിഭജിക്കുക. ഇനി ഹസ്കർ സാറിനോട് ഞാൻ ഖേദപൂർവ്വം പറയട്ടെ, അങ്ങയുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയെ 16 വിഭജിക്കണമെന്നാണ്. 1ഉം 2ഉം അല്ല, 16 ദേശീയത. EMSന്റെ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നാണ്, സബ്ജക്ട് ടു കറക്ഷൻ. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് there are 16 നാഷണാലിറ്റീസ്. അതിൽ അദ്ദേഹം കേരളത്തിനെ പോലും പ്രത്യേകമായ നാഷണാലിറ്റി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അതിനെ ഒരു വിവാദത്തിലേക്കോ തർക്കത്തിലേക്കോ അല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം അത് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ സമരവും ആ പ്രക്ഷോഭത്തിന്റെ വിപരീത ദിശയിൽ നിന്ന ആളുകൾ, ഇന്നിപ്പോ കോൺഗ്രസ് ആണ് രാജ്യത്തിന്റെ വിഭജനത്തിന്റെ കാരണക്കാരൻ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, RSSന് എന്താ ഈ രാജ്യത്ത് മുഴുവൻ പ്രക്ഷോഭം ആരംഭിക്കാൻ മേലായിരുന്നു? രാജ്യം വിഭജിക്കാൻ പാടില്ല. ഹിന്ദു മഹാസഭയ്ക്ക് പ്രക്ഷോഭം ആരംഭിച്ചുകൊണ്ട് ഇറങ്ങാൻ പാടില്ലായിരുന്നു, രാജ്യം വിഭജിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോ ഇതിനൊന്നും കാരണം ഇത് വിഭജിക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ആവശ്യം. കാരണം അവനിതിനെ തകർക്കുക എന്നുള്ളതാണ്, ഇതിനെ എങ്ങനെയും തകർക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളായിരുന്നല്ലോ അന്ന് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ഉള്ളവർക്ക് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഈ പ്രശ്നം തീരത്തില്ലായിരുന്നു. അത് ചെയ്തില്ലല്ലോ. ഇനി ശ്രീ RV ബാബു പറഞ്ഞൊരു കാര്യം എന്താ? 1885 കോൺഗ്രസ് രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ സയ്യദ് അഹമ്മദ് ഖാൻ അദ്ദേഹം മുസ്ലിമിന് പ്രത്യേകമായ ഐഡന്റിറ്റി ഇവിടെ വേണമെന്ന് പറഞ്ഞു. എല്ലാ കാലഘട്ടത്തിലും സർവോദയ ലീഗും ഒക്കെ പ്രതിനിധാനം ചെയ്തതാണ്. പക്ഷെ വിഭജനത്തെ കുറിച്ച് ഇല്ലെങ്കിൽ 2 രാജ്യം 2 നേഷൻ എന്ന് പറയുന്ന ഒരു തിയറി വരുന്നത് അത് 1940കളുടെ ആരംഭത്തിലോ അല്ലെങ്കിൽ 30കളുടെ പകുതിയിലോ ആണ്. 2 നേഷനായിട്ട് വിഭജിക്കണം. ആ 2 നേഷൻ എന്നുള്ള ആശയത്തിന് ഇവർക്ക് പ്രേരണയായത് ഒരു സംശയവും വേണ്ട ഹിന്ദു മഹാസഭയും RSSഉം സവർക്കറും കൃത്യമായി മറുപടി നൽകാൻ സാധിക്കും. ശ്രീജിത്ത് പണിക്കർ പറയൂ. RSS പറഞ്ഞത് ഇത് ഹിന്ദുക്കളുടെ മാത്രം രാഷ്ട്രം, വേറെ ആളും വേണ്ട. അങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ RSS ആണ് രാജ്യം വിഭജിച്ചത് എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പറയൂ. ഞാൻ പറഞ്ഞത് ഇതില് വിഭജനത്തിന്റെ കാരണങ്ങളിൽ ആ കാരണങ്ങളെ കുറിച്ചാണല്ലോ മുമ്പ് നമ്മൾ വിവാദമായ കുറിച്ച് പറയുന്നത്. ആ പുസ്തകത്തിന്റെ അകത്തും പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് ഇവരെ മാത്രം പഴിചാരിക്കൊണ്ട് അല്ല, അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പരിശോധിക്കണം. ഞാൻ ഒറ്റ വാക്കിൽ കൂടി അവസാനിപ്പിക്കുകയാണ്. എന്താ ജസ്വന്ത് സിംഗ് എഴുതിയ പുസ്തകത്തിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം എന്താ മോശക്കാരനായി? ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ലാൽ കൃഷ്ണ അദ്വാനി
പാകിസ്ഥാനിൽ ചെന്ന് മുഹമ്മദ് അലി ജിന്നയുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. വേറൊരു ഇന്ത്യൻ നേതാവും പോയതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? ജിന്ന ഒരു മതേതരവാദിയായിരുന്നു എന്നുള്ളത്. ഞാനല്ലല്ലോ പറഞ്ഞത്, ലാൽകൃഷ്ണ അദ്വാനിയല്ലേ പറഞ്ഞത്, ജസ്വന്ത് സിംഗിന്റെ പുസ്തകത്തിലും പറഞ്ഞു. അപ്പോ വിഭജനത്തിന്റെ അതിന് അടിസ്ഥാനപരമായിട്ടുണ്ടായ കാരണങ്ങൾ, ആ കാരണങ്ങളെ തമസ്കരിച്ചുകൊണ്ട് രാജ്യം സ്വാതന്ത്ര്യം നേടി 78 കൊല്ലം കഴിയുമ്പോൾ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ, നെഹ്റുവിനെ ആക്ഷേപിക്കാൻ, മഹാത്മാഗാന്ധിയെ ആക്ഷേപിക്കാൻ, ശരി, ഇതാ ഒരു വേദിയായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങൾ അതിന് പണിക്കർ അങ്ങേക്ക് മറുപടി നൽകാം. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ആക്ഷേപമില്ല. പണിക്കർ പറയട്ടെ, ഒരു നിമിഷം. നോക്കൂ ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇതില് മുഹമ്മദ് അലി ജിന്ന മതേതരവാദിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോ അദ്വാനിയുടെ അല്ലെങ്കിൽ ജസ്വന്ത് സിംഗിന്റെ എൻഡോഴ്സ്മെന്റ് ഇല്ല എങ്കിലും പൊതുവെ കരുതപ്പെടുന്നത് ആ രീതിയിലാണ്. കാരണം അദ്ദേഹം കറക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ മതത്തിന്റെ നിഷ്ഠകളൊന്നും തന്നെ ഫോളോ ചെയ്യാത്ത ആളാണ്. അദ്ദേഹം പന്നിമാംസം വരെ കഴിക്കും എന്ന രീതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ഒരു മുസ്ലിം സാധാരണഗതിയിൽ ചെയ്യാത്ത പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇനി മുഹമ്മദ് അലി ജിന്നയെ അദ്വാനി പ്രശംസിച്ചതാണ് വലിയൊരു അപരാധമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഏറ്റവും വലിയ ഒരു ഇതേപോലത്തെ ഒരു കോംപ്ലിമെന്റ് കൊടുത്തിരുന്ന ആളിന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. അദ്ദേഹം 1947 തന്നെ, ജിന്ന ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കൊടുത്തിരുന്ന എനിക്ക് തോന്നുന്നൊരു പ്രസ് മീറ്റ് പോലെ എന്തോ സംഭവം, ഒരു ഇന്റർവ്യൂലോ ആണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പൊതുജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിത്വമാണ് മുഹമ്മദ് അലി ജിന്നയുടേത് എന്നും ഞങ്ങൾ തമ്മിലുള്ളത് കേവലം അടിസ്ഥാനപരമായിട്ടുള്ള ചില തർക്കമുള്ള വിഷയങ്ങൾ മാത്രമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും ഏകാഗ്രതയും സൂപ്പർലേറ്റീവ് ആണ് എന്നുമാണ്. അപ്പൊ ഇത് വലിയ കോംപ്ലിമെന്റ് അല്ലേ, വളരെ മനോഹരമായിട്ടുള്ള കോംപ്ലിമെന്റ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നാളെ മുതൽ ജവഹർലാൽ നെഹ്റുവിനെ ജിന്നയെ പ്രകീർത്തിച്ചവൻ എന്ന രീതിയിലത്തേക്ക് കരുതുമോ? ഒന്ന്. രണ്ട്, താങ്കൾ ഇവിടെ പറഞ്ഞ മറ്റൊരു ചരിത്രപരമായിട്ടുള്ള കാര്യം, മറ്റ് കാര്യങ്ങൾ, സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ RSSഉം മറ്റുള്ള ആൾക്കാരും ഒക്കെ എവിടെയായിരുന്നു എന്നാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് C രാജഗോപാലാചാരി എവിടെയായിരുന്നു, ഏത് പക്ഷത്തായിരുന്നു എന്ന് താങ്കൾക്കറിയുമോ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ചീഫ് ആയിരുന്ന C രാജഗോപാലാചാരി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ അനുകൂലിക്കുകയാണോ ചെയ്തത്, എതിർക്കുകയാണോ ചെയ്തത്? അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിരിക്കുന്നത് 2ാം ലോകമഹായുദ്ധ കാലത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടത്തുന്നത് പൊളിറ്റിക്കലി വൈസ് ആണെന്നാണോ അൺവൈസ് ആണെന്നാണോ പറയാമോ? CR പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്ലാൻ പോലും അന്നുണ്ടായിരുന്നല്ലോ. അതായത് ബ്രിട്ടൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളുമായി ചില ധാരണകളൊക്കെ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് എന്ന രീതിയിൽ വന്നിരിക്കുന്ന സമയത്ത് ഇപ്പോ നമ്മളിങ്ങനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പൊസിഷനെ വീക്കൻ ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ആളിന്റെ പേര് C രാജഗോപാലാചാരി എന്നാണ്. ഈ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. അതിനുശേഷം പിന്നെന്താ വന്നത്? അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു അല്ലേ? അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എതിർത്തിട്ടുണ്ട്, എല്ലാ ആൾക്കാരും അനുകൂലിച്ചിട്ടുണ്ട് എന്നൊന്നും ഒരു തരത്തിലുള്ള അർത്ഥവുമില്ല. പിന്നെ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ, ഇതിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തെ നിൽക്കാൻ കഴിയുകയുള്ളൂ. അതായത് RSSന് ഒന്നുകിൽ ഇതിൽ റോളുണ്ട്, RSSന് ഇതിൽ റോളില്ല. ഇനി RSSന്റെ റോള് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഇവിടെ ഉദ്ധരിക്കുന്നത് ആരെയാണ്? RSSുമായി ബന്ധമില്ലാത്ത 2 എന്റിറ്റികളാണ്. ഒന്ന് ഹിന്ദു മഹാസഭ RSS അല്ലാതെ മറ്റൊന്നാണ്, മറ്റൊരു സംഘടനയാണ്. ഈ ഗോഡ്സെ എന്ന് പറയുന്ന ആള് പോലും RSS വിട്ടിട്ട് ഹിന്ദു മഹാസഭയിലേക്ക് പോയി എന്ന് പറയുന്ന കഥയ്ക്ക് കാരണം തന്നെ എന്താണ്? ഈ RSSന് തീവ്രത കുറവാണ്, കൂടുതൽ തീവ്രം ഹിന്ദു മഹാസഭയാണ് എന്ന് പറഞ്ഞു പോയി എന്നാണ്. അത് ഒരു വശം. രണ്ടാമത്തെ വശം, സവർക്കർ എന്ന RSSകാരനായിരുന്നേ. VD സവർക്കർ RSSകാരനായിരുന്നോ? VD സവർക്കർ RSSകാരനായിരുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട തിയറികൾ ഫർദർ ഇരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അതിൽ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള, അതായത് ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, സവർക്കർ ആയിക്കോട്ടെ ഗോൾവൾക്കർ ആയിക്കോട്ടെ, ഈ 2 ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള മെജോറിറ്റി ആയിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഹിന്ദുയിസം ഉണ്ട്, ഇതിനെ അംഗീകരിച്ചുകൊണ്ട് വേണം ഇവിടെ മൈനോറിറ്റികൾ കഴിയാനെന്ന് തന്നെയാണ്. കാരണം അത് അവിടുത്തെ സംസ്കാരം കൂടിയാണ്. ആ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സംസ്കാരം അത് പിന്നീട് കോൺഗ്രസ് അംഗീകരിച്ചില്ലേ? കോൺഗ്രസ് അതിനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഹിന്ദു സ്ക്രിപ്ചറിൽ നിന്നുള്ള ഓരോ കോട്ടുകളെ എടുത്തുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ കൊടുത്തത്. അതുകൊണ്ടല്ലേ നമ്മുടെ സൈന്യം ഉണ്ടാക്കുന്ന എക്യുപ്മെന്റുകൾക്കെല്ലാം പേര് കൊടുത്തിരിക്കുന്നത് എന്ത് പേരില? ഹിന്ദു സംസ്കാരത്തിൽ നിന്നുള്ള പേരുകളാണ്. അഗ്നിയും പൃഥ്വിയും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ INS അവറാൻ എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടോ? അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? അത് വർഗീയ വിരോധമോ വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല, മറിച്ച് ഇതെല്ലാം തന്നെ ഡീപ്പ് റൂട്ടഡ് ഹിന്ദു സ്പിരിച്വലിസം, ഹിന്ദു കൾച്ചർ ഇതിലായതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന മുഴുവനും ഈ ഗോൾവൽക്കറും സവർക്കറും പറഞ്ഞിട്ടാണ് എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ ആ ചിത്രം ഉയർത്തി കാട്ടിയത്. JB കൃപലാനി
ഒരു സെക്കൻഡ് ഞാൻ നിർത്താം. കൃപലാനി കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർമാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഹൊമായി വ്യാരവാല എന്ന് പറയുന്ന വനിത അവിടെ ഒളിച്ചിരുന്നിട്ട് ജവഹർലാൽ നെഹ്റു പാർട്ടീഷന് വേണ്ടി മൗണ്ട് ബാറ്റൻ പ്ലാനിനെ ജൂൺ 3 പ്ലാനിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ പാർട്ടീഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് കൈപൊക്കിയത്. അതിന്റെ ഫോട്ടോ അവരെടുത്തു. പിൽക്കാലത്ത് അവർക്ക് പത്മവിഭൂഷൺ ഒക്കെ കിട്ടിയതാ കേട്ടോ, വെറുതെ തള്ളി പറയാൻ പറ്റില്ല. അങ്ങയിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഒരു ചെറിയ ശ്രീ ഗോകുൽ കൃഷ്ണ, നേരത്തെ ഗവർണർ മുന്നോട്ട് വെച്ച ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു വിവാദം കേരളത്തിലെ ക്യാമ്പസുകളിൽ പൊട്ടിപ്പുറപ്പെട്ടു. അന്ന് SFI ഉയർത്തുന്ന ഈ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി ഉയർത്തുന്ന ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ വലിയ തരംഗം സൃഷ്ടിച്ചത് വിദ്യാർത്ഥി പരിഷത്ത് മാത്രമാണ്. ഇപ്പോൾ വിഭജന ഭീതി അനുസ്മരണ ദിവസിലും ഇന്ന് കാസർഗോഡ് നിന്നൊക്കെ കണ്ട കാഴ്ചകൾ ഭീകരമായിരുന്നു. നമ്മുടെ രാഷ്ട്രവിഭജനത്തിൻ്റെ ചരിത്രം പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകർ പ്ലക്കാർഡുകളും ബാനറുകളുമൊക്കെയായി സമാധാനപരമായി ഒരു കോണിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് ആയുധങ്ങളുമായി എത്തി അക്രമം അഴിച്ചുവിടുകയാണ്. അപ്പോൾ ABVP എങ്ങനെയാണ് ഇത്തരം ഈ കലുഷിതമാകുന്ന ക്യാമ്പസിലെ അന്തരീക്ഷങ്ങളെ വിലയിരുത്തുന്നത്? ഗൂഗിൾ, ഇവിടെ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ സംസാരിക്കുന്ന സമയത്ത് RSS ആണ് വിഭജനത്തിന് വേണ്ടി മുൻകൈ എടുത്തത്, അല്ലെങ്കിൽ RSS വിഭജനത്തിനെ അനുകൂലിച്ചിരുന്നു എന്ന തരത്തിലുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചു. ആ സമയത്ത് അഡ്വക്കേറ്റ് സേനാപതി വേണു ഇവിടെ പരാമർശിച്ചു, ഇവിടെ വിഭജനത്തിന് RSS മുൻകൈ എടുത്തു എന്ന തരത്തിൽ അദ്ദേഹം ഇവിടെ പരാമർശിച്ചു. അപ്പോൾ നമുക്കറിയാം എല്ലാ വർഷവും അഖണ്ഡ ഭാരത സ്മൃതിദിനം നടത്തുന്ന സംഘടനയാണ് RSS എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ പല കാലഘട്ടങ്ങളിലായി ഈ രാഷ്ട്രത്തിൻ്റെ ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന നഷ്ടപ്പെട്ടു പോയ പല ഭാഗങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അടക്കം ഈ എല്ലാ ഭൂപ്രദേശങ്ങളെയും ഒരു രാഷ്ട്രസങ്കല്പമായി കാണുന്ന ഒരു സംഘടനയാണ് RSS എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ശ്രീ ഹസ്കർ, ഇവിടെ 1925 രൂപീകൃതമായ RSS അതിൻ്റെ രണ്ടാമത്തെ സർസംഘചാലകമായിട്ടുള്ള ഗോൾവർക്കർ അദ്ദേഹം 1923 ഒരു പുസ്തകം എഴുതി. അതിൽ RSSൻ്റെ കാഴ്ചപ്പാട് രണ്ട് രാഷ്ട്രം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാഷ്ട്രം വേണമെന്നൊക്കെ പറയുന്നത് അദ്ദേഹം തന്നെ വന്നിരുന്ന അപഹാസ്യനാകുന്നൊരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്, ശരിയാണ് കോൺഗ്രസ് ഇവിടെ ദ്വിരാഷ്ട്ര എന്ന രണ്ട് രാഷ്ട്രം വേണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന മുഹമ്മദ് അലി ജിന്നയുടെയും മുസ്ലിം ലീഗിൻ്റെയും അഭിപ്രായത്തോട് യോജിച്ചു. ഈ രണ്ട് രാഷ്ട്രം വേണമെന്ന് മുസ്ലിം ലീഗ് വാദിച്ചു. പക്ഷേ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല. നമുക്കറിയാം രണ്ട് രാഷ്ട്രം വേണമെന്ന ചർച്ച മുസ്ലിം ലീഗ് ഉയർത്തിയപ്പോൾ 1942 അധികാരി തിസീസ് നമ്മുടെ മുൻപിലുണ്ട്, ചരിത്രപരമായ രേഖയാണ്. അതിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത് പല സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാരതം എന്ന ഈ രാഷ്ട്രസങ്കല്പത്തെ 16 കഷ്ണങ്ങളായി വെട്ടിനുറുക്കണമെന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും നോക്കിക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ളൊരു പൈതൃകം പേറുന്ന ഇടതുപക്ഷ സർക്കാർ, കേരളത്തിലെ സർക്കാർ, അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയില്ലെങ്കിലേ നമുക്ക് അത്ഭുതപ്പെടാൻ വേണ്ടിയുള്ളൂ. അങ്ങനെ ഇന്ന് ഈ ക്യാമ്പസുകളിൽ, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ വിഭജന ഭീതി ദിനം ആചരിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന തരത്തിൽ ഇടതുപക്ഷ സർക്കാരും ഈ വിദ്യാർത്ഥി സംഘടനകളും ഇടത് വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് പോയ സമയത്ത് ഇത് ഏറ്റെടുത്തുകൊണ്ട് ABVP കേരളത്തിലെമ്പാടും ഈ പരിപാടികൾ നടത്തി. നമുക്കറിയാം കേരളത്തിൽ ഹമാസിനെ അനുകൂലിച്ച് പ്രകടനം നടത്താൻ വേണ്ടി സാധിക്കും, കേരളത്തിൽ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പരിപാടികൾ നടത്താൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം പാലസ്തീനിലെ പ്രശ്നങ്ങൾ, പാലസ്തീനിലെ അഭയാർത്ഥികൾ, പലായനം ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന യാതനകൾ കാണിച്ചുകൊണ്ട് എന്നും പരിപാടികളാണ്. കേരള യൂണിവേഴ്സിറ്റി മുതൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വരെ എന്നും പരിപാടികളാണ്. ക്യാമ്പസിനകത്തെ നടത്തുന്ന യുവജനോത്സവങ്ങളുടെ പേര് വരെ നമുക്കറിയാം ഇന്തിഫാദ എന്ന്, സായുധ വിപ്ലവത്തിൻ്റെ പേരാണ് കേരളത്തിലെ ഒരു സർവകലാശാലയുടെ യുവജനോത്സവത്തിന് SFI നൽകിയത്. അത്തരത്തിലാവാം, പക്ഷേ സ്വന്തം രാഷ്ട്രം, ജനിച്ചു വീണ മാതൃഭൂമിയിൽ, ഇവിടെ ഈ മാതൃഭൂമി 1947 ഓഗസ്റ്റ് 14 വെട്ടിമുറിക്കപ്പെട്ട ഒരു സംഭവം, ആ സംഭവത്തിൻ്റെ രക്തസാക്ഷികളായവരുടെ യാതനകൾ ഇവിടെ ഈ രാഷ്ട്രത്തിൽ ചർച്ച ചെയ്യരുതെന്നാണ് SFI പറയുന്നത്. അത്തരത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കേരളത്തിൽ ഒരു ക്യാമ്പസിൽ പോലും ഈ പരിപാടി നടത്താൻ വേണ്ടി അനുവദിക്കില്ല എന്ന് പറഞ്ഞു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിൻ്റെ വീടിൻ്റെ തൊട്ട് സമീപം ചെണ്ടയാട് MG കോളേജ് അടക്കം ABVP നിശ്ചയിച്ച മുഴുവൻ ക്യാമ്പസുകളിലും ഇന്ന് ഈ പരിപാടി നടന്നു എന്ന് അഭിമാനപൂർവ്വം ABVPക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുതന്നെയാണ് കേരളത്തിലെ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി, പോലീസിന്റെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി SFI ഉയർത്തിയ ഭീഷണികളെ അതിജീവിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ ഇന്ന് ക്യാമ്പസുകളിൽ വളരെ വിപുലമായ രീതിയിൽ ഇന്നിപ്പോൾ
വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിച്ചത്. ഒടുവിൽ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് RV ബാബുവിലേക്ക് കൂടി ഒരിക്കൽ വരികയാണ്. ശ്രീ RV ബാബു, ഇവിടെ ഇപ്പോൾ ഗോകുൽ ചൂണ്ടിക്കാണിച്ച വളരെ പ്രസക്തമായ ഒരു വിഷയം, അതായത് പാലസ്തീൻ്റെ പേരിൽ ക്യാമ്പസുകളിൽ പൊതുപരിപാടി സംഘടിപ്പിക്കാം, ഗാസയുടെ പേരിൽ സംഘടിപ്പിക്കാം, അതെല്ലാം മതേതരമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പറയാൻ പാടില്ല, അത് മതേതരത്വത്തിന് വിഘാതമുണ്ടാക്കും എന്നാണ് ഇവിടുത്തെ ഭരണകൂടം പറയുന്നത്. RV ബാബു. അല്ല, അത് മതേതരത്വത്തിന് വിഘാതം ഉണ്ടാക്കുന്നുള്ളത് കൊണ്ടല്ല. ഇവരുടെയൊക്കെ ചെയ്തുകൾ പുറത്തു വരും, ജനങ്ങൾ അറിയും വിഭജനത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ്, ഈ നാട് വെട്ടിമുറിക്കപ്പെടാനുള്ള കാരണം ആര് മൂലമാണ് വെട്ടിമുറിക്കപ്പെട്ടത് എന്നുള്ള ചരിത്രമൊക്കെ പുറത്തേക്കിടും. ഇവിടെ ശ്രീ സേനാപതി വേണു പറഞ്ഞു RSSന് എന്താണ് പങ്ക്, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്ക്, അവരൊരു പങ്കും വഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സേനാപതി വേണു വിചാരിക്കുന്നത് സോണിയ കോൺഗ്രസ് ആയിരുന്നു 1947 മുമ്പുള്ള കോൺഗ്രസ് എന്നാണ്. അങ്ങനെയല്ലല്ലോ. ഇന്ത്യൻ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ കോൺഗ്രസ് എല്ലാവരുടെയും കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസ്സിൽ ഹിന്ദു മഹാസഭക്കാരുണ്ടായിരുന്നു, ആ കോൺഗ്രസ്സിൽ സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു, ആ കോൺഗ്രസ്സിൽ വിപ്ലവകാരികളുണ്ടായിരുന്നു. അപ്പോൾ ആ കോൺഗ്രസ് എല്ലാവരുടെയും പബ്ലിക് പ്ലാറ്റ്ഫോം ആയിരുന്നു. അതുകൊണ്ട് ആ കോൺഗ്രസിനെ ചേർന്നുകൊണ്ടാണ് എല്ലാവരും സമരം ചെയ്തത്. ഇപ്പോൾ RSSകാർ സമരത്തിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചു, പങ്കെടുത്തു. 1930 നിസ്സഹകരണ സമരത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാർ RSSന്റെ സ്ഥാപക നേതാവ് 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാപകനും ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകന്മാർ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. എന്തായാലും വിഭജന ഭീതി അനുസ്മരണ ദിനം ഇന്ന് കേരളം ഉൾപ്പെടെ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ വിപുലമായി തന്നെ കൊണ്ടാടി. കേരളത്തിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉയർന്നുവെങ്കിൽ പോലും ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ അത് ക്യാമ്പസുകളിൽ ഗവർണറുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് വളരെ വിപുലമായി തന്നെ ആ ദിനം ആചരിച്ചു എന്നതാണ് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധേയമാകുന്നത്. ഈ ജനം ഡിബേറ്റിൽ ഇന്നിപ്പോൾ അതിഥികളായെത്തിയ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, അതുപോലെ തന്നെ ഇടതു നിരീക്ഷകൻ ഭാസ്കർ, ഒപ്പം കോൺഗ്രസ് വക്താവ് സേനാപതി വേണു, ABVPയിൽ നിന്നും ഗോകുൽ കൃഷ്ണ, എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. ജനം ഡിബേറ്റ് നാളെ 7:30. നന്ദി, നമസ്തേ.